ഇവാഞ്ചലിക്കൽ ചർച്ചിൽ സുവിശേഷ മഹായോഗം IPC PCKയുടെ ആഭിമുഖ്യത്തിൽ മാർച്ച് 4, 5, 6 തീയതികളിൽ സമകാലിക ലോക വിഷയങ്ങളെ ആസ്പദമാക്കി അനുഗ്രഹീത പ്രഭാഷകനും വേദപണ്ഡിതനുമായ ഡോക്ടർ തോമസ് മാമൻ ബൈബിൾ അടിസ്ഥാനമാക്കി സംസാരിക്കുന്നു. ഏവർക്കും ഈ സമാപന രാത്രിയിൽ ദൈവവചനവുമായി നിൽക്കുവാൻ സർവശക്തനായ ദൈവം ചെറിയവനായി എനിക്ക് നൽകിയിരിക്കുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ ചിന്തിക്കുവാൻ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 28-ാം വാക്യം നമുക്കൊന്ന് നോക്കാം. Gospel of St. Luke chapter 21 verse 28. നിവർന്ന് തല പൊക്കുവിൻ. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കണമേ, ഇന്ന് രാത്രിയിൽ പറയാൻ പോകുന്ന കാര്യങ്ങളുടെ ചുരുക്കി പറയുകയാണ്. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് നിവർന്ന് തല ഉയർത്തുവീൻ. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. സന്തോഷമുള്ള രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ രാത്രിയിൽ നാം സംസാരിച്ച് നിർത്തി, അത്തി തളിർത്ത തലമുറയാണ് ഇതിനകത്തിരിക്കേണ്ട തലമുറ. ആ തലമുറയ്ക്ക് ഒരു വാഗ്ദാനമുണ്ട്. ആ തലമുറയിൽ നമ്മുടെ പ്രിയൻ മടങ്ങി വരും. അത്തി തളിർത്ത തലമുറയിൽ നമ്മളുടെ രക്ഷകൻ കടന്നു വന്ന് കാത്തിരിക്കുന്ന ഭക്തരെ സ്വർഗത്തിലേക്ക് ആഗീരണം ചെയ്യും. അതിന് പറയുന്ന പേരാ ഉൽപ്രാവണനം, സഭയുടെ എടുക്കപ്പെടൽ, ട്രാൻസ്ഫോർമേഷൻ. തുടർന്ന് നാം വിശദമായി ചിന്തിച്ചു. ബൈബിളിൽ പറയുന്ന 6 പേരുകളുള്ള സാത്താൻ ഈ ലോകം 7 വർഷക്കാലം ഭരിക്കും. സാത്താൻ, മൃഗം, കള്ളപ്രവാചകൻ, ഈ ലോകത്തിന്റെ പ്രഭു, മ്ലേച്ഛതയുടെ ചിറകിൽ സഞ്ചരിക്കുന്നവൻ, അധർമ്മമൂർത്തി. എങ്കിൽ അവൻ എവിടെ നിന്നും വരും? എവിടം വരെയായി അതിന്റെ വഴി? ഒരു വീട്ടിൽ പോകുവാൻ, ഒരു രാജ്യത്ത് പോകുവാൻ ഗൈഡ് ലൈൻ ഉണ്ട്. എങ്ങനെ പോകണം, എവിടെ പോകണം? 2600 വർഷങ്ങൾക്ക് മുൻപേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ ദാനിയേൽ പ്രവാചകനിൽ കൂടി വെളിപ്പെടുത്തി ആന്റി ക്രൈസ്റ്റ് എവിടെ നിന്നും വരും. അതെ, ഫോട്ടോഗ്രാഫിൽ കാണുന്നത് പോലെ വളരെ വ്യക്തമായി നിവർത്തിച്ചിരിക്കുന്ന രാത്രിയിൽ ഞാൻ ഇവിടെ പ്രസംഗിക്കുമ്പോൾ ആദ്യമേ പറയട്ടെ, ഒരു മതത്തിനെതിരല്ല, ഒരു സഭയ്ക്കെതിരല്ല, ആരെയും വിമർശിക്കാനല്ല. സ്വർഗം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഈ തലമുറയിൽ കർത്താവ് വന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. പോകണമെങ്കിൽ ആവശ്യമുള്ള യോഗ്യത പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവിൽ നിങ്ങളെ ഞാൻ ആദ്യമേ തന്നെ ആഹ്വാനം ചെയ്യുന്നു. ഒരിക്കൽ കൂടി പറയാം, തമ്പുരാന്റെ ക്യാമറ നിങ്ങളുടെ നേരെ വെച്ചിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ചിന്തിച്ചു, ദൈവത്തിന്റെ വീഡിയോ ക്യാമറ, കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ ആകാശത്തിന്റെ 4ാമത്തെ തട്ടിൽ നിന്നും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അത് സ്വർഗത്തിലെ ദൈവം സകലതും റെക്കോർഡ് ചെയ്യുന്നു. ഞാനിത് കേട്ടില്ല, ഞാൻ അറിഞ്ഞില്ല, ഇങ്ങനെ സംഭവിക്കുമെന്ന് എനിക്കറിയാൻ മേല എന്നാരും പറയാതിരിക്കാൻ എന്റെ പ്രഭാഷണം, നിങ്ങളുടെ ഇരിപ്പെ, പ്രൈസ് ദി ലോർഡ്, എന്റെ കർത്താവ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. എങ്കിൽ ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം ഒന്ന് വേഗം വായിക്കാം, 1-ാം വാക്യം മുതൽ. ബാബേൽ രാജാവായ ബേൽശസ്സറിന്റെ 1-ാം ആണ്ടിൽ ദാനിയേൽ ഒരു സ്വപ്നം കണ്ടു. അവന് കിടക്കയിൽ വെച്ച് ദർശനങ്ങൾ ഉണ്ടായി. അവൻ സ്വപ്നം എഴുതി കാര്യത്തിന്റെ സാരം വിവരിച്ചു. ദാനിയേൽ വിവരിച്ചു പറഞ്ഞത് എന്തെന്നാൽ, ഞാൻ രാത്രിയിൽ എന്റെ ദർശനത്തിൽ കണ്ടത് ആകാശത്തിലെ 4 കാറ്റും മഹാസമുദ്രത്തിന്റെ നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു. ഓരോന്നാണ്ട് വായിക്കുക. ഈ സ്റ്റേജിലിരിക്കുന്ന കർത്തൃദാസന്മാർ, താഴെ ഇരിക്കുന്ന ദൈവദാസന്മാർ, ലോകത്തിലുള്ള എല്ലാ ദൈവദാസന്മാരും വിശദമായി പഠിപ്പിക്കുന്ന ഭാഗമായത്. ഞാനതൊന്ന് വേഗം കൊണ്ടുവരട്ടെ. ആകാശത്തിന്റെ കാറ്റ് ഈ ബ്ലോ ചെയ്യുന്ന വിൻഡല്ല, ആത്മീയ പ്രവചനമാ. ആകാശത്തിന്റെ ശക്തി, ആകാശത്തിന്റെ അധികാരി. എഫേസ്യർ 2, എഫേസ്യർ 6:10 പവർ ഓഫ് ദി സ്കൈ. സാത്താന്റെ ശക്തി സമുദ്രത്തിലടിക്കും. ഏത് സമുദ്രമാ? മനുഷ്യ മഹാസമുദ്രം. യെശയ്യാവ് 17:12 മനുഷ്യ മഹാസമുദ്രത്തിൽ അടിക്കുമ്പോൾ തമ്മിൽ ഭേദിക്കുന്ന 4 ഭരണകൂടങ്ങൾ ഈ ഭൂമിയിൽ വരുമെന്ന് 2600 വർഷം മുൻപേ പരിശുദ്ധാത്മാവിൽ എഴുതി വെച്ചു.
വായിക്കാം. അത് ആദ്യം മുതൽ പഠിക്കുമ്പോൾ കാണാം ഗൗരവം. വായിക്കാം. അയ്യോ അനേക ജാതി അല്ലല്ല, ദാനിയേൽ 7:1 മുതൽ. ബാബേൽ രാജാവായ ബേൽസെസറിന്റെ 1-ാം ആണ്ടിൽ Yes. ദാനിയേൽ ഒരു സ്വപ്നം കണ്ടു. അവന് കിടക്കയിൽ വെച്ച് ദർശനങ്ങൾ ഉണ്ടായി. അവൻ സ്വപ്നം എഴുതി കാര്യത്തിന്റെ സാരം വിവരിച്ചു. ദാനിയേൽ വിവരിച്ചു പറഞ്ഞത് എന്തെന്നാൽ, ഞാൻ രാത്രിയിൽ എന്റെ ദർശനത്തിൽ കണ്ടത് ആകാശത്തിലെ 4 കാറ്റും മഹാസമുദ്രത്തിന്റെ നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു. അടുത്ത വാക്യം. അപ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന 4 മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കരയേറി വന്നു. അടുത്ത വാക്യം. ഒന്നാമത്തേത് സിംഹത്തോട് ഒരു സദൃശം. മനുഷ്യരും എതിർത്തു പറയരുത് ഇനി മേലാൽ. ഈ 2009 ജീവിക്കുന്ന ആളുകൾ പുറകോട്ട് ചരിത്രത്തിന്റെ പടവുകളിലേക്ക് നോക്കണം. വേൾഡ് ഹിസ്റ്ററി, അൻഷ്യൻ വേൾഡ് ഹിസ്റ്ററി പഠിച്ചിരിക്കുന്നവർക്കറിയാം. ചരിത്രങ്ങളിലുണ്ട്, എൻസൈക്ലോപീഡിയയിലുണ്ട്. ഒരു തെളിവും വേറൊന്നിനും പോകണ്ട. സകല ചരിത്രങ്ങളും പറയുന്നു ലോകത്തിന്റെ ചരിത്രത്തിൽ ഒന്നാമത് കണ്ട സിംഹം പോലെയുള്ള സാമ്രാജ്യം ബാബിലോൺ ദ ഗ്രേറ്റ്. ലോകം തകർത്തു ഭരിച്ച സാമ്രാജ്യം. സിംഹം പോലെ. സിംഹത്തെക്കാൾ ക്രൗര്യമുള്ള ഒരു മൃഗമില്ല. അതുകൊണ്ടാണ് സിംഹത്തോട് ഉപമിച്ചിരിക്കുന്നത്. 2600 എഴുതിയതാ. സിംഹം പോലെ ഒരെണ്ണം ഭരിക്കും. അടുത്ത വാക്യം വായിച്ചേ. കഴുകിൻ ചിറകുള്ളതുമായിരുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അതിന്റെ ചിറക് പറിഞ്ഞുപോയി. അതിനെ നിലത്ത് നിന്ന് പൊക്കി മനുഷ്യനെ പോലെ നിവർത്തു നിർത്തി. ചരിത്രത്തിൽ സംഭവിച്ചു. നിങ്ങൾക്കും എനിക്കും അറിയാം. ദാനിയേലിന്റെ പ്രവചനത്തിൽ എഴുതിയിട്ടുണ്ട്. ദാനിയേൽ അതിന്റെ പ്രധാന ചക്രവർത്തിയായ നെബൂഖദ്നേസറിന്റെ മുഖത്ത് നോക്കി പച്ചയ്ക്ക് പറഞ്ഞു, ചക്രവർത്തിയെ സൂക്ഷിച്ചോ, നിനക്ക് അപകടം വരുന്നു, നിന്റെ ശരീരസ്ഥിതി മാറും. അദ്ദേഹം കേട്ടില്ല. തന്റെ ഭാര്യയായ മേദ്യദേശക്കാരത്തി ക്യൂനിന് വേണ്ടി നിർമ്മിച്ച മനോഹരമായ ഹാങ്ങിങ് ഗാർഡൻ അതിന്റെ മുകളിൽ കൂടി ഉലാവിയപ്പോൾ പറഞ്ഞു, ഇത് ഞാൻ എന്റെ ധനമഹാത്മ്യത്തിൽ നിർമ്മിച്ച ബാബിലോൺ അല്ലയോ. വചനം നിറവേറി. അദ്ദേഹത്തിന് ഒരു രോഗം വന്നു. ബൈബിള് പഠിപ്പിക്കുന്നു അദ്ദേഹം കാളയെപ്പോലെ പുല്ല് തിന്നു, മൃഗങ്ങളുടെ കൂടെ കിടന്നു. സയൻസ് കണ്ടുപിടിച്ച രോഗം ഒരു മെന്റൽ ഡിസീസാ. ചിച്ചോഫ്രീനിയ പോലെ ഒരു രോഗമാ. ആ രോഗത്തിന് സയൻസ് ഇട്ടിരിക്കുന്ന പേര് ലക്കൻത്രോഫി. മെന്റലാ. അത് വന്നാൽ നഖത്തീളും, കണ്ണ് വെളിയിലേക്ക് പ്രൊജക്റ്റ് ആകും, വായിക്കൂടി ഈള ഒഴുകും, മനുഷ്യഭക്ഷണം കഴിക്കത്തില്ല എന്ന് കണ്ടുപിടിച്ചെങ്കിൽ ഇത് ചരിത്രത്തിൽ സംഭവിച്ചു. ഒന്നാമത്തെ രാജാവ് സിംഹം മാനസിക രോഗിയായി, പിന്നീട് സൗഖ്യം കിട്ടി. അടുത്തത് വായിക്കാം. അതിന് മാനുഷ്യ ഹൃദയവും കൊടുത്തു. അടുത്തത്. രണ്ടാമത് കരടിയോട് സദൃശ്യമായ മറ്റൊരു മൃഗത്തെ കണ്ടു. ആ മൃഗത്തെ നിങ്ങളൊന്ന് നോക്കിക്കോണം. വായിക്കാം. അതൊരു പാർശ്വം ഉയർത്തിയും. ഫോട്ടോ എടുത്തതുപോലെ ആ ദൈവദാസൻ എഴുതി വെച്ചത്. ഇതാ ഈ ആത്മീയ ദർശനത്തിന്റെ വീര്യം. പ്രൈസ് ദി ലോർഡ്. കരടി ഒരു പാർശ്വം ഉയർത്തി. അടുത്തത് വായിൽ പല്ലിന്റെ ഇടയിൽ 3 വാരിയൽ കടിച്ചു പിടിച്ചു. രണ്ടാമത്തെ സാമ്രാജ്യം ബാബിലോൺ തകർന്നപ്പോൾ ഉണ്ടായതാ. 2 കൂട്ടർ ഒന്നിച്ചു ഭരിച്ചു, മേദ്യരും പാർസ്യരും. അതിൽ പാർസ്യർക്കല്ല മേദ്യർക്കായിരുന്നു ബലം. അതാ ഒരു കാലുയർത്തി നിൽക്കുന്നത്. അവർ 3 രാജ്യം യുദ്ധം ചെയ്തെടുത്തു. അതാ 3 റിബ്ബെ, 3 വാരിയൽ. ലിബിയ, ഈജിപ്റ്റ്, ബാബിലോണിന്റെ പടിഞ്ഞാറൻ ഭാഗം യുദ്ധം ചെയ്തെടുത്തു. അതിനെല്ലാം മുൻപേ പറഞ്ഞു സംഭവിക്കും. അടുത്തത് വായിക്കാം. അവർ അതിനോട് എഴുന്നേറ്റ് മാംസം ധാരാളം തിന്നുക എന്ന് പറഞ്ഞു. അടുത്ത വാക്യം. പിന്നെ പുള്ളിപ്പുലിക്ക് സദൃശ്യമായ മറ്റൊന്നിനെ കണ്ടു. നോക്കിക്കോ, ആ വാക്യം വായിച്ചേ. അതിന്റെ മുതുകത്ത് പക്ഷിയുടെ 4 ചിറകുണ്ടായിരുന്നു. അടുത്തത്. മൃഗത്തിന് 4 തലയും ഉണ്ടായിരുന്നു. 4 തലയുണ്ടായിരുന്നു. അതിന് ആധിപത്യം ലഭിച്ചു. മൂന്നാമത്തെ മൃഗം പുള്ളിപ്പുലി. തല 4, ചിറക് 4, ഒടുങ്ങി 4 തലയ്ക്ക് അധികാരം. ഇതിപ്പോ ഒരു ദർശനം വേണോ? ബാക്കിയുള്ളത് കറക്റ്റ് ആണോ നിങ്ങൾ നോക്കിക്കോ. ഇത് സംഭവിക്കുന്നതിന് വർഷം 350 മുമ്പ് എഴുതിയ മൂന്നാമത്തെ സാമ്രാജ്യം, ഗ്രീക്ക് സാമ്രാജ്യം. ഫിലിപ്പ് രാജാവിന്റെ മകൻ അലക്സാണ്ടർ ദ ഗ്രേറ്റ്. ഇന്നത്തെ പാകിസ്ഥാൻ, അന്നത്തെ ഇന്ത്യ മുതൽ പടിഞ്ഞാറ് എത്യോപ്യ വരെ പിടിച്ചു. ലോകത്തിന്റെ 4 ഭാഗത്തേക്കും പടയോട്ടം നടത്തി. അതാ 4 ചിറക്. ഒടുവിൽ 30ാമത്തെ വയസ്സിൽ അധികാര ഭ്രമത്താൽ ഒരു രാത്രി മുഴുവൻ കൊട്ടാരത്തിൽ മദ്യപിച്ച്, ഒരു പകൽ മുഴുവൻ വെള്ളത്തിൽ കുളിച്ച്, ടൈഫോയിഡ് പിടിച്ച് 30ാമത്തെ വയസ്സിൽ മരിക്കുമ്പോൾ മക്കളില്ലാത്തതിനാൽ 4 തല അദ്ദേഹത്തിന്റെ 4 കമാൻഡേഴ്സ് രാജ്യം വീതിച്ചെടുത്തു. 4 തല. അതിന് അധികാരം കിട്ടി. പടിഞ്ഞാറൻ ഭാഗം ക്യാപ്റ്റൻ ലെസ്സി മക്കീസ് എടുത്തു. ചരിത്രം. മാസിഡോണിയ അദ്ദേഹത്തിന്റെ ബ്രദറിലോ, സഹോദരി ഭർത്താവ് ക്യാപ്റ്റൻ കസാണ്ടർ എടുത്തു. ഈജിപ്റ്റ് ട്രോള
ടോളമി എടുത്തു, സിറിയ സെലൂക്യസ് എടുത്തു. 4 ക്യാപ്റ്റന്മാർ. വചനം നിറവേറി. വചനം നിറവേറി. അടുത്തതിലേക്ക് വരിക. നമ്മളെ എതിർ ക്രിസ്തു എവിടെ നിന്ന് വരും? വായിക്കാം. രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള നാലാമതൊരു മൃഗത്തെ കണ്ടു. മൃഗത്തിന് പേരിടാനില്ല. ഘോര മൃഗം. കേട്ടോണം അടുത്ത വാക്യം. അതിന് വലിയ ഇരുമ്പ് പല്ല് ഉണ്ടായിരുന്നു. നമ്മുടെ ചരിത്രത്തിലേക്ക് കയറി ഇങ്ങ് വരിക. എതിർ ക്രിസ്തു എവിടുന്ന് വരും? മറ്റേ പുള്ളിയെ ഒന്ന് ഓടിച്ചു വിട്ടെ. നിങ്ങൾ ഈ കോഡ് പഠിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രയാസം വരുമ്പോഴും ഭാരം മുഴുവൻ അടിച്ചോ, അന്നേരം ഈ ചെറിയവനെ ഓർത്താ മതി. പ്രശ്നങ്ങൾ വരുമ്പോ ഒരൊറ്റ അടി അടിച്ച് ആളെ ഓടിച്ചു വിട്ടോണം. ഒരിക്കൽ കൂടി ഒന്ന് സ്തുതിച്ചേ. നാലാമത്തെ സാമ്രാജ്യം ഒന്ന് വായിച്ചേ. അത് തിന്നുകയും ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. അടുത്തത് മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു. അതിന് 10 കൊമ്പുണ്ടായിരുന്നു. ഇതിന് ഇരുമ്പ് പല്ല്, തിന്നുക, തകർക്കുക, കാലുകൊണ്ട് ചവിട്ടുക, ചരിത്രത്തിലെ കറുത്ത പൊട്ട്. നാലാമത്തെ സാമ്രാജ്യം 300 പരം വർഷം ലോകത്തെ ഭരിച്ച നാലാമത്തെ സാമ്രാജ്യം റോമൻ സാമ്രാജ്യം. റോമൻ സഭയല്ല, റോമൻ ചക്രവർത്തിമാർ. മനുഷ്യ ചരിത്രത്തിന്റെ സംസ്കാരത്തിന്റെ കറുത്ത പൊട്ട്. വായിച്ചത് കേട്ടോ. അതിനെ 1400 വർഷം മുമ്പ് എഴുതി വെച്ച് ഇരുമ്പ് പല്ല്, തിന്നുകയും തകർക്കുകയും ചെയ്യും. കുറ്റവാളികളെ ഇതുപോലെ പീഡിപ്പിച്ച ഒരു സാമ്രാജ്യമില്ല. കുറ്റവാളികളെ ജീവനോടെ തൊലിയുരിക്കുക, വലിയ പാത്രത്തിൽ എണ്ണയ്ക്കകത്ത് ബോയിൽ ചെയ്ത് ഫ്രൈ ചെയ്യുക. രാജാക്കന്മാരുടെയും രാജകുമാരിമാരുടെയും ബർത്ത്ഡേ ആഘോഷിക്കാൻ 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികളായ ദൈവമക്കളെ 30 അടി അകലത്തിൽ നിർത്തി കൈകെട്ടി തലയിൽ തുണിയുറ്റി എണ്ണയൊഴിച്ച് കത്തിച്ച് ആ വെളിച്ചത്തിൽ ഡാൻസ് ചെയ്തു. ഇന്നും റോമിലെ ചരിത്രത്തിൽ കിടപ്പുണ്ട്. റോമിൽ കിടപ്പുണ്ട് ഭൂഗർഭ തിയേറ്റർ കൊലോസിയം. ആയിരക്കണക്കിന് ആളുകൾ കയറി ഇരിക്കുമ്പോൾ സിംഹങ്ങളെ അഴിച്ചുവിടും. കുറ്റവാളികളെ 1-ാം നൂറ്റാണ്ടിലെ ക്രൈസ്തവരെ എറിഞ്ഞുകൊടുത്തു. സിംഹങ്ങളെ. ചരിത്രം നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഒന്ന് വായിക്കണമേ. ഒടുവിലത്തെ റോമൻ ചക്രവർത്തി ഒരു ചെറുപ്പക്കാരൻ ദൈവദാസനെ കൊണ്ട് നിർത്തി. മത്തുപിടിച്ച റോമൻ പൗരന്മാർ കൈയടിച്ചു. ചെറുപ്പക്കാരൻ ദൈവദാസൻ, ഒരു ക്രിസ്ത്യാനി, അദ്ദേഹത്തിന്റെ ഭാര്യയെ അപ്പുറത്ത് കൊണ്ട് നിർത്തി. 2 സിംഹത്തെ ഇറക്കി വിട്ടു. സിംഹം മനുഷ്യഗന്ധം പിടിച്ച് നാക്ക് നീട്ടുക. ഈ ചക്രവർത്തി ചോദിച്ചു, യേശുവിനെ നിനക്ക് ഉപേക്ഷിക്കാമോ? നിന്റെ ഭാര്യയോട് നിനക്ക് ജീവിക്കാം. അദ്ദേഹം പറഞ്ഞു, ഇറ്റ് ഈസ് ഇംപോസിബിൾ. അറിയാമോ? ആത്മാവില സിംഹത്തിന്റെ ക്രൗര്യത്തെക്കാൾ ആത്മാവിന് ശക്തിയുണ്ട്. ദൈവമക്കളെ, നിങ്ങൾക്കും എനിക്ക് പ്രശ്നം വരത്തില്ലെന്നല്ല, പ്രശ്നം വരുമ്പോൾ അതിനെ തകർക്കുന്നത് ആത്മാവിന്റെ ശക്തിയില. അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു റോമൻ ഭാഷയിൽ. ഞാൻ എഴുതിയ ഇംഗ്ലീഷ് ആർട്ടിക്കിളില് ആ വാക്ക് പറയാം. റോമൻ ഭാഷയിൽ ചോദിച്ചു, വേർ ഈസ് യുവർ കാർപ്പന്റർ? ഞാൻ നിന്നെ സിംഹത്തിന്റെ ഗുഹയിൽ സിംഹത്തിന് എറിയാൻ പോകുക. നിന്റെ തച്ചൻ എവിടെ? ആരാ? നമ്മുടെ കർത്താവ്. ഭാഷ താത്തി ചോദിക്കുക, വേർ ഈസ് യുവർ കാർപ്പന്റർ? ഈ ദൈവദാസന് ആത്മാവിൽ കൊടുത്ത മറുപടി കേൾക്കണോ? മൈ കാർപ്പന്റർ ഈസ് മേക്കിംഗ് a palace for me and a coffin for you. Praise the Lord. Hallelujah. അതോടുകൂടി റോമൻ സാമ്രാജ്യം തീർന്നു. 10ാമത്തെ ചക്രവർത്തി തീർന്നു. ദൈവസഭ ലോകം മുഴുവൻ വളർന്നു. നിങ്ങളും ഞാനും എന്റെ പങ്കാളികളായി. ഹല്ലേലൂയ. തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിയ 4 സാമ്രാജ്യം ചരിത്രത്തിൽ ഫോട്ടോഗ്രാഫി പോലെ കറക്റ്റ്. ഇനിയാണ് നമ്മുടെ വിഷയം. അടുത്തൊന്ന് വായിച്ചേ. ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള 4ാമതൊരു മൃഗത്തെ കണ്ടു. കേട്ടുകൊള്ളുക. അതിന് വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു. വിശദീകരിച്ച കാര്യം അടുത്തത് കേട്ടോ. അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. അടുത്തത് മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു. ഇറ്റ് വാസ് എൻറ്റയർലി ഡിഫറന്റ് ആനിമൽ. വ്യത്യാസം ഉണ്ടായിരുന്നു. അതായി വിശദീകരിച്ചത് ഞാൻ. അടുത്തത് അതിന് 10 കൊമ്പുണ്ടായിരുന്നു. എതിർ ക്രിസ്തു എവിടെ നിന്ന് വരും? നിങ്ങൾ ഞാൻ നീപിക്കുന്ന തലമുറ ഏതെ? അതിന് 10 കൊമ്പുണ്ടായിരുന്നു. 4ാം സാമ്രാജ്യമായ റോമൻ സാമ്രാജ്യത്തിന്റെ തലയിൽ 10 കൊമ്പ്. അടുത്ത വാക്യം വായിച്ചേ. ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ 10 കൊമ്പിനെ നോക്കിയപ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. ഇതാണ് ആന്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു.
റോമൻ സാമ്രാജ്യത്തിന്റെ തലയിൽ 10 കൊമ്പുകൾ വന്നാൽ ആ തലമുറയിൽ ആ കാലഘട്ടത്തിൽ ചെറിയ കൊമ്പ് മുളയ്ക്കും, എതിർ ക്രിസ്തു. അപ്പോൾ 3 കൊമ്പ് താഴെ വീഴും. 24-ാമത്തെ വാക്യത്തിൽ കർത്താവ് തന്നെ പരിശുദ്ധാത്മാവിൽ വ്യക്തമാക്കി ഇതിന്റെ അർത്ഥം ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 24-ാമത്തെ വാക്യം വായിക്കാം. ഈ രാജ്യത്തിൽ നിന്നുള്ള 10 കൊമ്പുകളോ എഴുന്നേൽപ്പാനിരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു. ശ്രദ്ധിക്കണമേ, 2600 വർഷം മുമ്പ് എഴുതി വെച്ചു. റോമൻ സാമ്രാജ്യത്തിന്റെ തലയിൽ 10 രാജാക്കന്മാർ ഒന്നിച്ചു കയറി വരും. അടുത്ത വാക്യം, അവരുടെ ശേഷം മറ്റൊരുത്തൻ എഴുന്നേൽക്കും. അങ്ങനെ 10 രാജാക്കന്മാർ റോമൻ സാമ്രാജ്യത്തിന്റെ തലയിൽ കയറി വന്നാൽ ചെറിയ ഒരുവനും വരും. അതാണ് ആന്റി ക്രൈസ്റ്റ്. അടുത്തത് കേട്ടോ, അവൻ മുമ്പിലത്തവരോട് വ്യത്യാസമുള്ളവനായി 3 രാജാക്കന്മാരെ ഭരണം അവൻ മാറ്റും. ഇന്ന് ലോകത്തിൽ 3 ഭരണമാ. രാജഭരണം ചില രാജ്യങ്ങളിൽ, ചുരുക്കം ചില രാജ്യങ്ങളിൽ ഏകാധിപത്യം, ബാക്കി 90% രാജ്യങ്ങളിൽ ഡെമോക്രസി, ജനാധിപത്യം. ഇല്ലേ? ഇത് 3 അവൻ കളയും. അവൻ കൊണ്ടുവരും ടൈറൻസി, സർവാധിപത്യം എന്ന് പറയുന്നെങ്കിൽ എന്താണ് ഈ സംഭവം? റോമൻ സാമ്രാജ്യത്തിന്റെ തലയിൽ 10 കൊമ്പ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സംഘടന ഏതാ? ഒഫീഷ്യലായിട്ട് പറയാം യുണൈറ്റഡ് നേഷൻസ്. പക്ഷെങ്കിൽ സംഭവങ്ങൾ പഠിച്ചാൽ കാണാം അത് പല്ലില്ലാത്ത ഒരു സിംഹം. ഒരാക്ഷനും നടത്തത്തില്ല. എന്നാൽ ലോകത്തെ മിക്കവാറും പിടിയിൽ ഒതുക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയുണ്ട്. ബൈബിൾ പേപ്പർ വായിക്കുന്നവർക്കും TV വാച്ച് ചെയ്യുന്നവർക്കും അറിയാം. ആ സംഘടനയുടെ പേരാണ് EEC, യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി. എവിടുന്ന് ആരംഭിച്ചെന്നറിയാമോ? ക്രിസ്ത്യൻ രാജ്യമായ, 11 വൃത്തിയാ, ക്രിസ്ത്യൻ രാജ്യമായ ഇറ്റലിയിലെ റോമിൽ, റോമൻ സാമ്രാജ്യത്തിന്റെ തലയിൽ നോർത്തോണം. പ്രൈസ് ദി ലോർഡ്. പഴയ റോമൻ സാമ്രാജ്യത്തിന്റെ ആസ്ഥാനമായ റോമിൽ 1971 ഒരു ടീ ക്ലബിൽ ഒരു കൂട്ടം യൂറോപ്യൻ ബുദ്ധിജീവികൾ കൂടിയപ്പോൾ പ്ലോട്ട് ചെയ്ത പരിപാടിയാണ്. അന്നത്തെ പേര് യൂറോപ്യൻ കോമൺ മാർക്കറ്റ്. ഇന്നത്തെ അഡ്വാൻസ് ആയി യൂറോപ്യൻ യൂണിയൻ, EEC. ഇന്ന് 2 കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ഉൾപ്പെടെ 27 രാജ്യങ്ങൾക്ക് അംഗത്വമുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, പഠിച്ച പണി 18 നോക്കിയിട്ടും ഈ GCC-ക്കാരെ കിട്ടത്തില്ല. 27 രാജ്യം അംഗങ്ങളാ. പക്ഷെങ്കിൽ 10 കൊമ്പ് വരാൻ പോകുക. കേട്ടുകൊള്ളുക, ഇത് രജിസ്റ്റർ ചെയ്തത് 12 രാജ്യങ്ങൾ ചേർന്ന്. 12 അവരുടെ നാണയം കിട്ടുകയാണെങ്കിൽ നോക്കിക്കോ, 12 സ്റ്റാർ. 12 രാജ്യങ്ങൾ ചേർന്നാണ് ഇത് ആരംഭിച്ചത്. ആ രാജ്യങ്ങളുടെ പേര് ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ലോകത്തിലെ വലിയ പുള്ളികൾ ആരെങ്കിലും ഉണ്ടോ? ബെൽജിയം, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ലക്സംബർഗ്, നെതർലൻഡ്, ബ്രിട്ടൻ, ഡെൻമാർക്ക്, അയർലൻഡ്, ഗ്രീക്ക്, സ്പെയിൻ, പോർച്ചുഗൽ. ഇതിൽ അല്പം ബലമുള്ള 3 രാജ്യമേ ഉള്ളൂ. ജർമ്മനി, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, ബ്രിട്ടൻ. അതിലെ ദൈവദാസന്മാരുടെ ഭാഷ പറഞ്ഞാൽ 2 പേര് പിന്മാറ്റക്കാരാ, ബ്രിട്ടനും ഫ്രാൻസും. എവിടെ നിൽക്കുന്നു? തീർന്നില്ല. ഒരിക്കൽ കൂടി പറയാം. ബെൽജിയം, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ലക്സംബർഗ്, നെതർലൻഡ്, ബ്രിട്ടൻ, ഡെൻമാർക്ക്, അയർലൻഡ്, ഗ്രീക്ക്, സ്പെയിൻ, പോർച്ചുഗൽ. ഇതിൽ ബെൽജിയം, നെതർലൻഡ്, ലക്സംബർഗ് ഇത് 3 ഒറ്റ പേരിൽ അറിയപ്പെടും. ബെനാലക്സ്. പത്തായോ, കേരളം, തിരുവിതാംകൂർ, കൊച്ചി, മലബാർ. പണ്ട്. ഇന്നോ കേരളം. ഇതുപോലെ ഈ 12 രാജ്യങ്ങൾ ഒന്നിച്ചറിയപ്പെടും 10 രാജ്യം. എന്താണ് ഇവരുടെ പ്രത്യേകത? നിങ്ങൾ നോക്കിക്കേ. ശക്തനായ അമേരിക്ക ഇല്ല. യൂറോപ്പിൽ തന്നെ സ്വിറ്റ്സർലൻഡ് ഇല്ല, സ്വീഡൻ ഇല്ല. പിടിച്ചു നോക്കി കിട്ടുന്നില്ല. ഈ എക്കണോമിക്കൽ ക്രൈസിസിലും പിടിച്ചു നിൽക്കുന്ന ഗൾഫിലെ ഷെയ്ഖുമാരില്ല. ബിസിനസിന്റെ ടെക്നോളജി ശരിക്കറിയാവുന്ന ജപ്പാനോ കൊറിയയോ ഇല്ല. സംസ്കാരമുള്ള ഭാരതമില്ല. ജനസംഖ്യയുള്ള ചൈന ഇല്ല. സ്റ്റാമിന ഉള്ള ആഫ്രിക്കയില്ല. ഇവരെല്ലാം ഒഴിവാക്കി വളരെ ശക്തി കുറഞ്ഞ 12 രാജ്യങ്ങൾ. എന്താ അർത്ഥം എന്നറിയാമോ? ഈ 12 രാജ്യങ്ങൾ അഥവാ 10 രാജ്യങ്ങൾ അസ്തമിച്ചു പോയ റോമൻ സാമ്രാജ്യത്തിന്റെ നിയമത്തിന്റെയും ലിപിയുടെയും സംസ്കാരത്തിന്റെയും തുടർച്ചയാ. വചനം നിറവേറിയോ? ശ്രദ്ധിച്ചോ?
അസ്തമിച്ചു പോയ റോമൻ സാമ്രാജ്യത്തിന്റെ ലോ അല്ലെങ്കിൽ ലിപി അല്ലെങ്കിൽ കൾച്ചർ, അതിന്റെ തുടർച്ചയാണ് ഈ രാജ്യങ്ങൾ. അപ്പോൾ റോമൻ സാമ്രാജ്യത്തിന്റെ തലയിൽ 10 കൊമ്പ് റെഡി. പ്യുവർ റോമൻ കൾച്ചറിലാണ് അവർ നിൽക്കുന്നത്. ഞാൻ പറയട്ടെ, കുവൈറ്റ് ജോലി ചെയ്യുന്ന മലയാളികളെ, നിങ്ങളുടെ വീട്ടിലെ കൾച്ചർ ഏതാ? കേരളത്തിലേത് ഇല്ലേ? നിങ്ങളുടെ ഭക്ഷണം നല്ല പ്രധാനം ഏതാ? കേരളത്തിലേത്. നിങ്ങളുടെ വസ്ത്രം പ്രധാനം ഏതാ? ഇന്ത്യയിലേത്. എന്താ കൾച്ചർ? ഏതാ? മലബാറിൽ ചെല്ല്, അവിടെ ജനിച്ചു വളർന്ന ധാരാളം ആളുകൾ, കല്യാണം കഴിച്ചവരെ എല്ലാം ഉണ്ട്. കണ്ട് ഈ ദൈവദാസനും ആ ഭാഗത്തുകാരനാ. അദ്ദേഹത്തോട് ചോദിച്ചാൽ പറയും, എന്റെ അപ്പം മൂവാറ്റുപുഴയില. മുഴുവൻ കേരളത്തിൽ നിന്നും മൈഗ്രേറ്റ് ചെയ്തതാ, തിരുവിതാംകൂറിൽ നിന്നും. ഇതുപോലെ ഈ രാജ്യങ്ങളുടെ പ്രത്യേകത, ഇത് അസ്തമിച്ചു പോയ റോമൻ സാമ്രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെ തുടർച്ച. 2600 വർഷം മുമ്പേ തിരുവചനം പഠിപ്പിക്കുന്നു, റോമൻ സാമ്രാജ്യത്തിന്റെ തലയിൽ 10 രാജാക്കന്മാർ വന്നാൽ അതിനിടയിൽ ആ തലമുറയിൽ ചെറിയ കൊമ്പ് വരും, എതിർ ക്രിസ്തു. അതിന് തൊട്ട് മുൻപേ സഭ എടുക്കപ്പെട്ടിരിക്കും. കാരണം സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയാ, രക്തം കൊടുത്ത് മേടിച്ചിരിക്കുന്നതാ. ക്രിസ്തുവിന്റെ രക്തം കൊടുത്ത് മേടിച്ചതാ. ഇത് പിശാചിന് കൊടുക്കുന്ന മണവാളനല്ല നമ്മുടെ മണവാളൻ. ഹല്ലേലൂയ. ഇത് കോഴി തന്റെ കുഞ്ഞുങ്ങളെ പോലെ സൂക്ഷിച്ചിട്ട് തന്റെ മണവാട്ടിയെ, തന്റെ വിലപ്പെട്ടതിനെ താൻ ഈ ഭൂമിയിൽ അവതരിച്ചത് ദൈവസഭയെ സൃഷ്ടിക്കാനാ. അത് പിശാചിന് കൊടുക്കുന്നവനല്ല. എന്റെ ദൈവം അതിന് തൊട്ട് മുമ്പ് എടുത്തിരിക്കും. അവരുടെ ഡെവലപ്മെന്റ് എവിടെ വരെ ഞാൻ ചിന്തിക്കാം, വളരെ കുറച്ച് മാത്രം. 2000 ആണ്ടിൽ അവരുടെ കറൻസി നിലവിൽ വന്നു, യൂറോ. അറിയാമല്ലോ, പുറകെ നമുക്ക് ചിന്തിക്കാം. കഴിഞ്ഞ ഒക്ടോബറിൽ ഭരണഘടന നിലവിൽ വന്നു. അപ്പം ഭരിക്കാൻ ആള് വരും, തീർന്നില്ല. 60,000 പേരുള്ള യൂറോ ഫോഴ്സ് ഉണ്ട്. പേര് എക്കണോമിക്കൽ കമ്മ്യൂണിറ്റി എന്നാ. കൈ പട്ടാളമുണ്ട്. അത് പോകട്ടെ, 2 സംഭവം പറയാം, ചിന്തിക്കാം. 2003 സെപ്റ്റംബർ 1-ാം തീയതി അവർ ഒരു പ്രഖ്യാപനം നടത്തി. ആരും അനങ്ങുന്നില്ല. ഞാൻ ഇന്നലെ പറഞ്ഞു, ഇറാൻ പ്ലൂട്ടോണിയം 237 സമ്പുഷ്ടമാക്കാൻ പോകുന്നെന്ന് പറഞ്ഞതേ ഉള്ളൂ, അമേരിക്ക ഉപരോധം നടത്തി കഴിഞ്ഞു. ലോകത്തിന്റെ പ്രോബ്ലം അതാ. പ്രൈസ് ദി ലോർഡ്. കൊറിയ യുറേനിയം ഉണ്ടാക്കാൻ ശ്രമിച്ചു, ജപ്പാൻ കയറി പിടിച്ചു. എന്നാൽ 2003 സെപ്റ്റംബർ 1-ാം തീയതി യൂറോപ്യൻ യൂണിയൻ ഔദ്യോഗികമായി പറഞ്ഞു, ഞങ്ങൾ ഇന്റർനാഷണൽ തെർമോ ന്യൂക്ലിയർ എക്സ്പെരിമെന്റൽ റിയാക്ടർ നിർമ്മിക്കും. സൂര്യപ്രകാശത്തിൽ നിന്നും ഞങ്ങൾ ആറ്റം ഉണ്ടാക്കും. ഒറ്റ രാജ്യം പ്രതികരിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ശാന്തമായിട്ട് കേൾക്കുക, വചന നിവൃത്തി. ഇന്നേക്ക് 5 വർഷം മുൻപേ അവർ പ്രഖ്യാപിച്ചു പരസ്യമായി, ഞങ്ങൾ ഇന്റർനാഷണൽ തെർമോ ന്യൂക്ലിയർ എക്സ്പെരിമെന്റൽ റിയാക്ടർ, ഞങ്ങൾ സൂര്യപ്രകാശത്തിൽ നിന്നും ആറ്റം ഉണ്ടാക്കും. ആദ്യമേ സമാധാനത്തിനുണ്ടാക്കും, പിന്നെ നമുക്കറിയാം എന്തിനാണ്. അറിയാമല്ലോ, ഇന്ത്യ ആദ്യം പറഞ്ഞ പ്യുവർ സമാധാനം. ഇപ്പോഴോ സാധനം 1000-ഓളം കയ്യിലിരിപ്പുണ്ട്, ബെയ്ജിങ്ങിൽ ചേരെ കൂമ്പ് കുത്തുന്നത്. എന്തുകൊണ്ട് ഇവരിത് നിർമ്മിക്കുന്നു? വചന നിവൃത്തി. തിരുവചനം പഠിപ്പിക്കുന്നു, അവർ ആറ്റം ബോംബ് ഉണ്ടാക്കും. വായിക്കാം, വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 3-ാം വാക്യം. ഇവരുടെ ഇടയിലാണ് എതിർ ക്രിസ്തു വരുന്നത്. ഈ 10 രാജാക്കന്മാരാണ് ആന്റി ക്രൈസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നത്. റാപ്ചർ ദൈവമക്കൾക്കൊരു ഇൻസിഡന്റ്, ലോകത്തിനൊരു ആക്സിഡന്റാ. സമയം ലഭിച്ചോടി ചിന്തിക്കാം. ആ ആക്സിഡന്റിൽ ആരും ഒന്നും ചെയ്യാൻ സാധിക്കാതെ ലോകം തലകുത്തി കിടക്കുമ്പോൾ 10 രാജാക്കന്മാരുടെ ഇടയിൽ എതിർ ക്രിസ്തു പറയും, ഞാൻ പരിഹാരം ഉണ്ടാക്കാം. ആക്സിഡന്റാ റാപ്ചർ. അവന് ഭരണം കിട്ടും. 650 കോടി ജനം ഈ ഭൂമിയിലുണ്ട്. വെറും ഒരു കണക്കാരും അധികാരിയുമായിട്ട് എടുക്കരുത്. വെറും ഒരു കണക്ക്. ഒരു 100 കോടി രക്ഷിക്കപ്പെട്ടവരങ്ങ് പോകും, ബാക്കി 550 ഇല്ലേ? അതൊരു ആക്സിഡന്റാ. ആ ആക്സിഡന്റ് ഒരു 200 കോടി ഇവിടെ ചത്ത് കിടക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു 200 കോടി മുറിവേറ്റ് കിടക്കും. അങ്ങനത്തെ ഒരു സിസ്റ്റം വരും. കാരണം വചനം നമ്മളെ പഠിപ്പിക്കുന്നു, നമ്മൾ മേഘത്തിൽ എടുക്കപ്പെടാൻ പോകുക. മേഘം ഏലിയാവിനെ എടുത്തതുപോലെ ദൈവമക്കളെ എടുക്കുന്നത് അറിയാമോ? ഏലിയാവിനെ എടുത്തതുപോലെ എടുക്കും. ഏലിയാവിനെ എടുത്തത് ചുഴലിക്കാറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മസാച്യൂസെറ്റ് കണ്ടുപിടിച്ചു കഴിഞ്ഞു, അതിശക്തമായ 2 ചുഴലിക്കാറ്റ് ഈ ഭൂമിക്കിട്ട് അടിക്കാൻ പോകുക. ഇന്ന് വരെ അടിക്കാത്തത്. അതിനവർ പേരിട്ട് കഴിഞ്ഞു, ഹൈപ്പൻ ഹെൻ, ഹാരി ഹെൻ. 2 എണ്ണം അടിക്കാൻ പോകുക.
400 കിലോമീറ്റർ സ്പീഡിൽ അടിക്കുമെന്നാ ഇന്ന് വരെ ലോകത്തിൽ അടിച്ചിട്ടില്ല. ബർമയിൽ അടിച്ചത് വെറും 130 കിലോമീറ്ററാ. ചത്തു വീണത് 1 ലക്ഷം, മുറിവേറ്റത് 3 ലക്ഷം. 110 കിലോമീറ്ററിലെ അടിച്ചുള്ളൂ ഫ്ലോറിഡയിൽ. അവിടെ ശവപ്പറമ്പായി. എന്നാൽ അതെല്ലാം മാറാൻ പോകുക. 400 പരം കിലോമീറ്റർ സ്പീഡിൽ ഒരു കാറ്റടിക്കാൻ പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേപോലെ ഒരു പേരിട്ട് കഴിഞ്ഞു. ഭൂമധ്യ രേഖയിൽ നിന്നും കിഴക്കോട്ടടിക്കുന്നതിനിട്ടിരിക്കുന്ന പേര് ഹൈപ്പൻ ഹെൻ. പടിഞ്ഞാറോട്ടടിക്കുന്നതിന്റെ പേര് ഹാരി ഹെൻ. ഒരേ സമയത്താ കർത്താവ് ഇന്ത്യക്കാരെ ചേർക്കാൻ ഇന്നും അമേരിക്കക്കാരെ ചേർക്കാൻ നാളെയുമല്ല കണ്ണിമയ്ക്കുന്നതിനിടയിൽ അങ്ങനെ അപകടം പിടിച്ച് ഈ ചർച്ചിൽ എന്നാ സംഭവിച്ചെന്ന് റോഡിൽ അറിയത്തില്ല. എല്ലാം താഴെ കിടക്കും. അന്നേരം ഇവൻ വരുന്നത് ഞാൻ ഭരിക്കാം. അവൻ ഭരിക്കണമെങ്കിൽ നോക്കിക്കേ, വചനത്തിൽ ഇത്ര ക്ലിയർ കട്ട് ആയിട്ട് എഴുതിയിട്ടില്ലേ? വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യം മുതൽ വേഗം വായിക്കാം. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ സ്വർഗത്തിൽ, നമ്മൾ സ്വർഗത്തിൽ അറിയാമല്ലോ, 24 മൂപ്പന്മാർ വിശുദ്ധന്മാർ ദൈവമക്കൾ സ്വർഗത്തിൽ ദൈവത്തെ ആരാധിക്കുക. അന്നേരം ആ റിമോട്ട് കർത്താവ് മേടിക്കുക, പുസ്തകം മേടിക്കുക. ഭൂമിയിലെ പ്രവൃത്തികളുടെ കൺട്രോളിംഗ് പവർ. 1-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ അടുത്ത വാക്യം, നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അടുത്തത്, അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവന് ഒരു കിരീടവും ലഭിച്ചു. അതാ എതിർ ക്രിസ്തു. അടുത്ത കേട്ടോണം, അവൻ ജയിക്കുന്നവനായും വില്ലുണ്ട്, ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. വെള്ളക്കുതിര സമാധാന പറയുന്നത്. കയ്യിലിരിക്കുന്ന എന്നാന്നറിയാമോ? യുദ്ധായുധം, വില്ല്. അപ്പൊ മനസ്സിലാക്കാൻ ചതിയന. അടുത്തൊന്ന് വായിച്ചേ. അവൻ 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 2-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അടുത്തത്, അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. അതിന്റെ പുറത്തിരിക്കുന്നവന്, അടുത്തത് കേട്ടോണം, മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. 1-ാമത്തെ ഭരണപരിഷ്കാര സമാധാനം എടുക്കും. അടുത്ത വാക്യം വായിച്ചേ. ഒരു വലിയ വാളും അവന് കിട്ടി. ഇതിപ്പരം തെളിവ് വേണോ? വാൾ എന്തുവാ? യുദ്ധായുധം. ഈ ഇന്നത്തെ 2009 സംസ്കാരത്തിൽ പറഞ്ഞാൽ ഏറ്റവും വലിയ വാൾ എന്നതാ. ഏറ്റവും വലിയ യുദ്ധായുധം എന്തുവാ? തോക്കും ഒന്നും അല്ല. ഇന്നത്തെ ഏറ്റവും വലിയ യുദ്ധായുധം ആറ്റമായുധം ഇല്ലേ? ഒരു വലിയ വാൾ അവൻ കൊണ്ടുവന്നല്ല, അവന് കിട്ടി. ഹി ഗോട്ട്. ഈ മൈക്ക് എന്റെ കയ്യിൽ കിട്ടിയതാ, ഞാൻ കൊണ്ടുവന്നതല്ല. സഹോദരന്മാരുടെ കയ്യിൽ തന്നതാ. എതിർ ക്രിസ്തു ലോകഭരണം എടുക്കാൻ വരുമ്പോൾ അന്നത്തെ ലോകം അവന്റെ പിടിയിൽ ഒതുങ്ങണമെങ്കിൽ അവന്റെ കയ്യിൽ ആറ്റമായുധം വേണം. അവൻ ആറ്റമായുധം കൊടുക്കണം. അവൻ 10 കൊമ്പുകളുടെ ഇടയിൽ വരും, ഈസിയുടെ ഇടയിൽ വരും. അങ്ങനെയാണെങ്കിൽ 2003 സെപ്റ്റംബറിൽ 1-ാം തീയതി അവർ ഈ പരീക്ഷണം തുടങ്ങിയെങ്കിൽ വർഷം 6 പോകുന്നു. വെളിപ്പെടുത്തിയിട്ടില്ല എവിടം വരെ ആയെന്ന്. എന്നാൽ ഒന്ന് ഞാൻ പറയാം, അവർ ആറ്റം കണ്ടുപിടിച്ച് അത് ബോംബാക്കി, ഹല്ലേലൂയ, പരീക്ഷിച്ച് തെളിയിച്ച അന്നെന്റെ പ്രിയൻ ആകാശമേഘത്തിൽ വരും. ഹല്ലേലൂയ. മനസ്സിലായോ? ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ. സംഗതിക്ക് ഗൗരവമുണ്ടോ നിങ്ങൾ ചിന്തിച്ചോണം. 2000 വർഷം മുമ്പ് എഴുതി വെച്ചു, ഒരു വലിയ വാൾ അവന് കിട്ടി. അവൻ കൊണ്ടുവന്നില്ല, അവന് കിട്ടി. അവൻ വരുന്നത് ഈ 10 രാജാക്കന്മാരുടെ ഇടയിൽ. അവർ സൂര്യപ്രകാശത്തിന് ആറ്റം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. എവിടം വരെ ഞാൻ ചിന്തിക്കാം. അടുത്ത് നമുക്ക് വേഗത്തിൽ വരാം. അതേ വർഷം സെപ്റ്റംബർ 12-ന് അവർ ഒരു പ്രഖ്യാപനം നടത്തി. അതിന്റെ നടപടിക്രമത്തിന് വേണ്ടിയാ ഇന്ന് ഈ ലോകത്തിൽ ഈ ചാഞ്ചാട്ടം. സെപ്റ്റംബർ 12-ന് അവർ പറഞ്ഞു, ഞങ്ങളൊരു പ്രോജക്റ്റ് ഉണ്ടാക്കുന്നു. പ്രോജക്റ്റിന് അവർ ഇട്ടിരിക്കുന്ന പേര് ഗലീലോ പ്രോജക്ട്. 2009 പബ്ലിക്കിന് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് തന്നിട്ടില്ല. എന്നാൽ എന്റെ അറിവ് ശരിയാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള രാജ്യങ്ങൾക്ക് രഹസ്യമായിട്ട് കൊടുത്തു. ഗലീലോ പ്രോജക്ട് എന്താണെന്ന് അറിയാമോ? ഇന്ന് നമ്മൾ ടെലിഫോൺ ചെയ്യുന്നത്, നിങ്ങളുടെ വാഹനങ്ങൾ ചെക്ക് ചെയ്യുന്നത്, പ്ലെയിൻ പറക്കുന്നത്, റഡാർ സിസ്റ്റം മുഴുവൻ ടെലികമ്മ്യൂണിക്കേഷൻ, ഈ ആധുനിക ടെലികമ്മ്യൂണിക്കേഷൻ അതിന്റെ പിതൃത്വം അമേരിക്കയ്ക്കാണ്. അതിന് പറയുന്ന പേര് GPS. അറിയാമല്ലോ, ഗ്ലോബൽ പൊസിഷണൽ സിസ്റ്റം. 28 സാറ്റലൈറ്റ് ഉണ്ട് മേളിൽ. അതിനോടനുബന്ധിച്ച് ഇന്ത്യ മുതലായ രാജ്യങ്ങൾ നിർമ്മിച്ചതും വാടകയ്ക്കെടുക്കുന്നതുമായ സാറ്റലൈറ്റിൽ കൂടിയാണ് ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻ മുഴുവൻ. അതാ GPS. എന്നാൽ അതിന് ബദലായി EEC ആകാശത്തിൽ 30 സാറ്റലൈറ്റ് വെച്ച് കഴിഞ്ഞു. ആ സാറ്റലൈറ്റ് ഇട്ടിരിക്കുന്ന പേരാ ഗലീലോ പ്രോജക്ട്. എന്തിനെ?
ആ സാറ്റലൈറ്റ് കൊണ്ടൊരു ഉദ്ദേശമുണ്ട്. പുറകോട്ട് വരാം. അതിന്റെ നടപടിക്രമത്തിന് വേണ്ടിയാ ഇന്ന് ഈ ലോകത്തിൽ ഈ ചാഞ്ചാട്ടം. സെപ്റ്റംബർ 12 അവർ പറഞ്ഞു ഞങ്ങളൊരു പ്രോജക്റ്റ് ഉണ്ടാക്കുന്നു. പ്രോജക്റ്റിന് അവർ ഇട്ടിരിക്കുന്ന പേര് ഗലീലോ പ്രോജക്ട്. 2009 പബ്ലിക്കിന് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് തന്നിട്ടില്ല. എന്നാൽ എന്റെ അറിവ് ശരിയാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള രാജ്യങ്ങൾക്ക് രഹസ്യമായിട്ട് കൊടുത്തു. ഗലീലോ പ്രോജക്ട് എന്താണെന്ന് അറിയാമോ? ഇന്ന് നമ്മൾ ടെലിഫോൺ ചെയ്യുന്നത്, നിങ്ങളുടെ വാഹനങ്ങൾ ചെക്ക് ചെയ്യുന്നത്, പ്ലെയിൻ പറക്കുന്നത്, റഡാർ സിസ്റ്റം മുഴുവൻ ടെലികമ്മ്യൂണിക്കേഷൻ, ഈ ആധുനിക ടെലികമ്മ്യൂണിക്കേഷൻ അതിന്റെ പിതൃത്വം അമേരിക്കയ്ക്കാണ്. അതിന് പറയുന്ന പേര് GPS. അറിയാമല്ലോ, ഗ്ലോബൽ പൊസിഷണൽ സിസ്റ്റം. 28 സാറ്റലൈറ്റ് ഉണ്ട് മേളിൽ. അതിനോടനുബന്ധിച്ച് ഇന്ത്യ മുതലായ രാജ്യങ്ങൾ നിർമ്മിച്ചതും വാടകയ്ക്കെടുക്കുന്നതുമായ സാറ്റലൈറ്റിൽ കൂടിയാണ് ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻ മുഴുവൻ. അതാ GPS. എന്നാൽ അതിന് ബദലായി EEC ആകാശത്തിൽ 30 സാറ്റലൈറ്റ് വെച്ച് കഴിഞ്ഞു. ആ സാറ്റലൈറ്റ് ഇട്ടിരിക്കുന്ന പേരാ ഗലീലോ പ്രോജക്ട്. എന്തിനെ? ആ സാറ്റലൈറ്റ് കൊണ്ടൊരു ഉദ്ദേശമുണ്ട്. പുറകോട്ട് വരാം. ഇന്ന് എന്തോ പറ്റി? ഇന്ന് ലോകത്തിൽ സമ്പദ്ഘടന തകർന്നു. എക്കണോമിക്കൽ ക്രൈസിസിൽ ലോകം നിൽക്കുന്നു. വൻപന്മാരായ അമേരിക്ക പോലും താഴെ വന്നില്ലേ? ഏത് രാജ്യത്തിലാ തകർച്ചയില്ലാത്തത്? ഈ സമ്പന്ന രാജ്യത്തിലും മാന്ദ്യമില്ലേ? എല്ലാ രാജ്യങ്ങളിലും 10,000-കണക്കിന് ആളുകളുടെ ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ബാങ്കുകൾ പൊളിയുന്നു. ഷെയർ മാർക്കറ്റ് താഴെ വരുന്നു. $140 ഒരു ബാരൽ എണ്ണയ്ക്ക് വിറ്റെടുത്ത് ഇന്ന് $40 വിൽക്കുന്നു. ലോകത്തിൽ സമ്പദ്ഘടന തകർന്നു ഇല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ആയിരക്കണക്കിന് ആളുകളുടെ ജോലി പോകുന്നു. എത്രയോ പേർ ആത്മഹത്യ ചെയ്യുന്നു. കമ്പനികൾ അടച്ചുപൂട്ടുന്നു. എക്കണോമിക്കൽ ക്രൈസിസ്. അതെ, വചന നിവൃത്തി. ലോകത്തിന്റെ എക്കണോമി ഒരുവന്റെ കയ്യിൽ കിട്ടും. പ്രൈസ് ദി ലോർഡ്. ലോകം ഇതിൽ നിന്നും കേറും. ഒരു 6-7 വർഷം കൊണ്ട് ഇത് കേറി വരും. പക്ഷെങ്കിൽ ഇപ്പോഴേ ഉത്തരം കണ്ടുപിടിച്ചു. 7-8 വർഷം കൊണ്ട് ഈ എക്കണോമിക്കൽ ക്രൈസിസ് മാറ്റാമെന്ന് പ്രത്യാശിക്കുന്നു. മാറ്റട്ടെ. എന്നാൽ ആധുനിക എക്കണോമിക്കൽ വിദഗ്ധന്മാർ ഇതിന് പരിഹാരം പറയുന്നത് കേൾക്കണ്ടേ? ഇനി മേലാൽ ലോകത്തിൽ ഇങ്ങനൊരു അപകടം വരരുതേ. മിടുക്കന്മാരായ അമേരിക്ക താഴെ പോയി. ഇനിയും ബ്രിട്ടൻ, യൂറോപ്പ് എല്ലാം പോയി. എല്ലാ രാജ്യങ്ങളും പോയി. UAE ചെന്നാൽ അറിയാം ഇതിന്റെ റിയാക്ഷൻ എത്ര ഭയങ്കരം. അപ്പോൾ ലോകത്തിലെ എക്കണോമിക്കൽ ശാസ്ത്രജ്ഞന്മാർ പറയുന്നു ഇനി ഇങ്ങനൊന്നും ഉണ്ടാകരുത്. ഇതിൽ നിന്നും 7-8-10 വർഷം കൊണ്ട് കയറി വരാം. പക്ഷെങ്കിൽ ഇനി ഇങ്ങനെ വരരുത്. അതിനൊരു പരിപാടി അവർ പറയുന്നു, ഗ്ലോബൽ എക്കണോമിക്കൽ നെറ്റ്വർക്ക്. 194 രാജ്യങ്ങളുടെയും സമ്പദ്ഘടന ഏകോപിപ്പിക്കണം. അത് തന്നെയാണ് ഞങ്ങൾ പണ്ടേ വിളിച്ചു പറയും ദേവദാസന്മാർ. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ 3 സിസ്റ്റം ഉണ്ട്. ഏകലോക മതം വെളിപ്പാട് 13-3, ഏകലോക ഗവൺമെന്റ് 13-7, ഏകലോക എക്കണോമിക്കൽ സിസ്റ്റം 13-16. ശ്രദ്ധിക്കണേ. ഇനിമേലാൽ ഈ എക്കണോമിക്കൽ ക്രൈസിസ് എങ്ങനെയാലും രക്ഷപ്പെട്ടാൽ ഇനിമേലാൽ ലോകത്തിൽ സംഭവിക്കാതിരിക്കാൻ തനത് രാജ്യങ്ങളുടെ കയ്യിൽ നിന്നല്ല, ഗ്ലോബൽ എക്കണോമിക്കൽ നെറ്റ്വർക്ക് ഉണ്ടാക്കണമെന്ന് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ബൈബിൾ പഠിപ്പിക്കുന്നു, ദൈവമക്കൾ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 3-ാം വാക്യം ഒന്ന് വേഗം വായിച്ചു. അവൻ 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ 5-ാം വാക്യം വായിച്ചു. 5-ാം വാക്യം 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 3-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അടുത്തത്, അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. അടുത്ത വാക്യം, അതിന്മേൽ ഇരിക്കുന്നവൻ ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരിക്കുന്നു. ഒരു തുലാസ് കയ്യിൽ പിടിച്ചിരിക്കുന്നു. അടുത്തത് കേട്ടോ, ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്, ഒരു പണത്തിന് ഒരിടങ്ങഴി ഗോതമ്പ്, ഒരു പണത്തിന് 3 ഇടങ്ങഴി യവം, ഒരു പണത്തിന് 3 ഇടങ്ങഴി യവം. ഒരുവന്റെ കയ്യിൽ ഈ ഭൂമിയുടെ
മുഴുവൻ എക്കണോമിയും ചെന്ന് ചേരും, ചേർത്തിരിക്കും. ഗ്ലോബൽ എക്കണോമിക്കൽ നെറ്റ്വർക്ക് വന്നു കഴിയുമ്പോൾ, ദൈവസഭ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ, രാജ്യങ്ങൾ മാറുമ്പോൾ, ഇവന്റെ കയ്യിൽ അധികാരം കിട്ടുമ്പോൾ, ഇവന്റെ കയ്യിൽ ഭരണം കിട്ടുമ്പോൾ, അവൻ പറയും ഞാൻ തരാം. അതാണ് 13:16 നിവർത്തിക്കാൻ പോകുക. വേഗം വായിക്കാം. 13:16. അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലങ്കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറും മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയുമാകുന്നു. 2000 വർഷം മുമ്പ് യോഹന്നാൻ അപ്പോസ്തലൻ എഴുതി. ഒരു സയൻസും അറിയാൻ മേല അദ്ദേഹത്തിന്. അദ്ദേഹം എഴുതി വെച്ചു, ഈ കാലഘട്ടത്തിൽ എല്ലാവരുടെയും നെറ്റിയിലും വലങ്കൈ കയ്യിലും മുദ്ര കിട്ടും. എഴുതി വെച്ചില്ലേ? ഇന്നെന്താ സയൻസ് കണ്ടുപിടിച്ചത്? ആളുകളെ കൺട്രോൾ ചെയ്യാൻ ഫോട്ടോഗ്രാഫ് പറ്റത്തില്ല. ഇത് ഹൈടെക് ലോകമാ. ആളുകളെ കൺട്രോൾ ചെയ്യാൻ പോലീസുകാരെ കണ്ടൊക്കത്തില്ല. അതൊക്കെ ബുദ്ധിമുട്ടാ. ഇവിടെ നിൽക്കുന്ന പുള്ളി കുറ്റം കാണിച്ചിട്ട് അങ്ങോട്ട് കയറി കുറച്ച് പണം മുടക്കി പ്ലാസ്റ്റിക് സർജറി ചെയ്താൽ അവനെ ലോകത്ത് പിടികിട്ടത്തില്ല. അവന്റെ മുഖം മാറ്റാം. എന്തിന്? സ്ത്രീക്ക് പുരുഷന്റെ മുഖം വരെ കൊടുക്കാൻ പ്ലാസ്റ്റിക് സർജറിക്ക് സാധിക്കും. ഫോട്ടോഗ്രാഫിയുടെ കാലം കഴിഞ്ഞു. അതുകൊണ്ട് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചു, ആളുകളെ കൺട്രോൾ ചെയ്യാം. ശരീരത്തിൽ നെറ്റിയിലും കയ്യിലും ചിപ്പ് വെച്ചാൽ മതി. ആ ടെക്നോളജിയുടെ പേരാണ് ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ഡെർമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. അത് നടക്കണമെങ്കിൽ സാറ്റലൈറ്റ് വേണം. പ്രൈസ് ദി ലോർഡ്. വചന നിവൃത്തി കണ്ടോ? ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ഡെർമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. കയ്യിലും നെറ്റിയിലും ചിപ്പ് വെക്കുക. വെക്കണമെങ്കിൽ ശക്തമായ സാറ്റലൈറ്റിൽ കൂടി കൺട്രോൾ ചെയ്യാം ലോകത്തിലുള്ള മുഴുവൻ ആളുകളെയും. നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 4-5 കമ്പനികളാണ് ലോകം മുഴുവൻ മൊബൈലിന്റെ മോണോപോളി. നാമെല്ലാം ഉപയോഗിക്കുന്നത് സാംസങ്, LG അറിയാമല്ലോ, പാനാസോണിക്, മോട്ടറോള, നോക്കിയ ഇല്ലേ? കഴിഞ്ഞ ഒക്ടോബറിൽ മോട്ടറോളക്കാർ ഇറക്കിക്കഴിഞ്ഞു ചിപ്പ്. അതറിയാവുന്നവർ ആരെങ്കിലും കാണും? കമ്പ്യൂട്ടറിനെ നോക്കിയാൽ കാണാം. മോട്ടറോളക്കാർ ചിപ്പ് ഇറക്കിയത് അറിയാവുന്നവരുണ്ടേ? ഒന്ന് കര ഉയർത്തിക്കേ. സ്വതന്ത്രം ഉയർത്തി കഴിഞ്ഞു. അവർ ചിപ്പ് ഇറക്കിയിട്ടുണ്ട്. നെറ്റിയിലും കയ്യിലും വെക്കാം. ആ ചിപ്പിന്റെ പേരാണ് മോണ്ടക്സ്. ചിപ്പ് ഇറക്കി കഴിഞ്ഞു. വലത്തെ കയ്യിലും നെറ്റിയിലുമേ ചിപ്പ് ചേരത്തുള്ളൂ. ബൈബിൾ അത്ര കറക്റ്റാ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ജനിക്കുമ്പോൾ മുതൽ മരിക്കുന്നത് വരെ ശരീരത്തിന് ഡിഫറന്റ് ടെമ്പറേച്ചറാ. എന്നാൽ നെറ്റിയിലും കയ്യിലും ടെമ്പറേച്ചർ മാറത്തില്ല. അവിടെ മാത്രമേ ചിപ്പ് ചാലുവാകത്തുള്ളൂ. ഇതിനകത്തുള്ള ലിത്തിയോൺ ബാറ്ററി ശരീരത്തിൽ നിന്നും ഇലക്ട്രിസിറ്റി എടുത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ഇത് കൺട്രോൾ ചെയ്യുവാൻ ശക്തമായ സാറ്റലൈറ്റ് വേണം. ഈ EC-30 സാറ്റലൈറ്റ് വെച്ച് കഴിഞ്ഞു. മോണ്ടക്സ് ചിപ്പ് ഇറങ്ങിക്കഴിഞ്ഞു. എത്ര ചിപ്പ് ഉണ്ടെന്നറിയാവോ? സമയം ഞാൻ പറയുന്നില്ല. ഹല്ലേലൂയ. നാനോ ചിപ്പ്, DNA ചിപ്പ്, സിലിക്കൺ ചിപ്പ് എല്ലാം ഇറങ്ങിക്കഴിഞ്ഞു. നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുപ്പ്. എന്ത് ഭയങ്കരമാണെന്നറിയാവോ? നാനോ ചിപ്പ് അതിശക്തമാ. ഓടിച്ചെന്ന് മേടിക്കും. അത് ഭയങ്കര കണ്ടുപിടുത്തമാ. നാനോ ടെക്നോളജി അറിയാമല്ലോ. എന്റെ പൊക്കം 2 മീറ്ററാ. മീറ്റർ അളന്നാൽ എന്റെ പൊക്കം അളക്കണമെങ്കിൽ എത്ര നാനോമീറ്റർ വേണമെന്നറിയാവോ? 183 കോടി എന്റെ പൊക്കം അളക്കാൻ നാനോമീറ്റർ. നിങ്ങളുടെ തലമുടിയുടെ കാര്യം 1 ലക്ഷം നാനോമീറ്ററാ. അങ്ങനത്തെ 40 നാനോമീറ്റർ കൊണ്ട് ചിപ്പ് ഉണ്ടാക്കി കഴിഞ്ഞു. പ്രത്യേകത, ഹോസ്പിറ്റലിൽ പോകണ്ട, ചെറിയ ചെറിയ രോഗങ്ങൾക്ക് പോകണ്ട, അപ്പോയിന്റ്മെന്റ് എടുക്കണ്ട, കുഞ്ഞുങ്ങളെ കൊണ്ടുപോകണ്ട. ആ ചിപ്പിനകത്ത് ശരീരത്തിൽ പെട്രോൾമാൻ, നേഴ്സ്, ഡോക്ടറെ, ഫാർമസി, മെഡിക്കൽ സ്റ്റോർ ഇത്രയുണ്ട്. പ്രൈസ് ദി ലോർഡ്. പെട്രോൾമാൻ മനുഷ്യനല്ല, പവർ. ഈ ചിപ്പ് വെച്ചാൽ ശരീരത്തിൽ കൂടെ ഓടി നടക്കും. എവിടെ രോഗമുണ്ടോ ആ രോഗം പെട്രോൾമാൻ കണ്ടുപിടിച്ചിട്ട് നേഴ്സിനെ വിളിക്കും. ആരെയാ? ഇവിടെ ഇരിക്കുന്ന ആൻസിയ അല്ല, പവർ. പ്രൈസ് ദി ലോർഡ്. ആ പവർ ചെല്ലും. പവർ എന്നിട്ട് കണ്ടുപിടിച്ചിട്ട് ഡോക്ടറെ വിളിക്കും. പവർ നമ്മുടെ ഡോക്ടറല്ല, പവർ. ഞാൻ അതിശയിച്ചു പോയി. ആ പവർ ഡോക്ടർ ടോൺസിലിറ്റിസ് വരെ ഓപ്പറേറ്റ് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ശരീരത്തിൽ ഏതും ഇൻസുലിൻ അളന്നുകൊണ്ടിരിക്കും. ഈ ചിപ്പ് കുറഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, ഇൻസുലിന്റെ അളവ് കുറഞ്ഞാൽ ഇവിടുന്ന് ഓട്ടോമാറ്റിക് ചെല്ലും. ഒരു ഗുളിക തിന്നണ്ട. പ്രൈസ് ദി ലോർഡ്. ഇവിടുന്ന് ചെല്ലും. ഹല്ലേലൂയ. മരുന്ന് ഇവിടുന്ന് ചെല്ലും. പ്രൈസ് ദി ലോർഡ്. 1 കിലോ പാൽപ്പൊടി ഫ്രീ കൊടുത്താൽ മേടിക്കുന്ന പുള്ളികളാ നമ്മുടെ ആളുകളെ. അപ്പൊ ഇത് കയ്യിലുണ്ടെന്ന് അറിഞ്ഞാലോ, ഇത് ഫ്രീ കിട്ടുമെന്ന് അറിഞ്ഞാലോ, ചെറിയവരും വലിയവരും സമ്പന്നരും ദരിദ്രരും ക്യൂ നിൽക്കും. അടിമുദ്ര അല്ലേ? അടിമുദ്ര.
എനിക്കറിയാം, തമ്പുരാൻ എന്നെ കാണിച്ചതാ. ഞാനൊരു സംഭവം കണ്ടതാ, കേരളത്തിൽ എന്നെ പഠിപ്പിച്ചതാ. ആലപ്പുഴ ജില്ലയിൽ ഒരു സ്ഥലം 2007 വെള്ളം കയറി തകർന്നു. ഞാനും ഒരു ദൈവദാസനും ഒരു ബിസിനസ്സുകാരനോട് പോയി. അവരെ കാണാനും ആശ്വസിപ്പിക്കാനും സഹായിക്കാനും ഞങ്ങൾ കൊണ്ട് കാറ് മാറ്റിയിട്ടു. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ കൂടെ കെട്ടുവള്ളമാ പോകുന്നത്. ഓരോരോ വീടുകളിൽ ചെന്ന് ദുരിതം നേരിട്ട് കണ്ടു. അത് കഴിഞ്ഞ് ചെന്നപ്പോൾ ഒരല്പസ്ഥലം പൊങ്ങി നിൽക്കുന്നു. എല്ലാവരും നിൽപ്പുണ്ട്, ഒരു 10-30 പേര്. എല്ലാവരുടെയും റേഷൻ കാർഡ്. ഇപ്പൊ കേരളത്തിലൊരു സിസ്റ്റം വന്നുകൊണ്ട് റേഷൻ കാർഡിന് ഫോട്ടോ എടുക്കണം. ഞാൻ ചോദിച്ചു, ഇപ്പോൾ ഈ മുട്ടുമഴ വീട് മുങ്ങിക്കിടക്കുക, അന്നേരമാണോ സർക്കാർ ഇത് തോന്നിയത്? അവർ പറഞ്ഞു, ഇല്ല സാറേ, വെള്ളം കയറി അവർക്ക് കിറ്റ് വരുന്നു ഗവൺമെന്റിന്റെ. 5 കിലോ പച്ചരി, 1/2 കിലോ പഞ്ചസാര, 100 ഗ്രാം കാപ്പിപ്പൊടി, 1/4 കിലോ ചെറുപയർ, 70 രൂപയുടെ സാധനം ഫ്രീ. ഇപ്പം കൊണ്ടുവരും. അനൗൺസ്മെന്റ് പോയി വോട്ടേ വരുമെന്ന്. ഇത് കിട്ടണമെങ്കിൽ റേഷൻ കാർഡ് കാണിക്കണം, എന്നാലേ കിട്ടത്തുള്ളൂ. ഞാൻ അതിശയിച്ചു പോയി. നിൽക്കുന്നവരെ എനിക്ക് വളരെ അറിയാം. ഒരാൾക്ക് മാരുതി ചുമന്ന പെയിന്റുള്ള 800 കാറുണ്ട്, ടച്ചിന് നിൽക്കുക ഇത് മേടിക്കാൻ. അത് പോട്ടെ, രണ്ടാമന്റെ ഭാര്യ എവിടെയാണെന്നറിയാമോ? അയർലൻഡ് നേഴ്സാ, നിൽക്കുക ടച്ചിന് മേടിക്കാൻ. മൂന്നാമന്റെ ഭാര്യ സൗദി അറേബ്യയിൽ ദമാമിൽ മിനിസ്റ്ററിയിൽ BSc നേഴ്സാ, ആ മഹാന് നിൽക്കുക 70 രൂപയുടെ സാധനം മേടിക്കാൻ. അങ്ങനെയാണെങ്കിൽ ശരീരത്തിൽ ഡോക്ടറെ, ശരീരത്തിൽ നേഴ്സ്, ശരീരത്തിൽ പെട്രോൾമാൻ, ശരീരത്തിൽ ലാബറട്ടറി ഓടിച്ചല്ലും അടിച്ചതാ. എന്നാൽ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിൽ മുദ്രയിട്ട ദൈവമക്കൾ എടുക്കപ്പെടുന്നു. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തത് കൊണ്ട് നിവർന്ന് തല ഉയർത്തുവീൻ. വളരെ ഗൗരവമാ ദൈവമക്കളെ. ഞാൻ അതാ പറഞ്ഞത്, ഒരു മതത്തിനോ സഭയ്ക്കോ എതിരായിട്ട് ഞാൻ പ്രസംഗിക്കത്തില്ല. സ്വർഗം എന്നെ ഏൽപ്പിച്ചത് പറയും, അന്ത്യശ്വാസം വരെ പറയും, അവസാന ശ്വാസം വരെ പറയും. തീരുമാനിച്ചിരിക്കുക. ഒരുവൻ ലോകത്തിലുള്ള മുഴുവൻ ആളുകളെയും കൺട്രോൾ ചെയ്യും. വായിക്കാം, വെളിപ്പാട് പുസ്തകം 13:10. ബാക്കിയെല്ലാം കോസ്മോളജി ഒക്കെ പറയണമെന്ന് ആഗ്രഹമുണ്ട്, ടൈം പോയി. വേഗം വായിച്ച്. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. ലോകത്തുള്ള സകല ആളുകളെയും ഇവൻ അടിമയാക്കും. കണ്ടുപിടിച്ചു കഴിഞ്ഞു. അന്ന് ജീവിക്കുന്ന സകല ആളുകളെയും അടിമയാക്കും. ടെക്നോളജി കണ്ടുപിടിച്ചു കഴിഞ്ഞു. ആ ടെക്നോളജിയുടെ പേരാണ് ഇന്റർ കോണ്ടിനെന്റൽ വെർച്വൽ ടച്ചിങ്. അമേരിക്കയിലെ കമ്പ്യൂട്ടർ രാജാക്കന്മാരുടെ പട്ടണമാ ബോസ്റ്റൺ. അവിടെ ഒരു സയന്റിസ്റ്റ് ഇരുന്നു. പ്രത്യേക ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഡിസൈൻ ചെയ്തതാ. അതിനകത്തൊരു സ്പേസ് ഉണ്ട്, കൈവെക്കാം. അദ്ദേഹത്തിന്റെ കൊലീജ് സഹപ്രവർത്തകൻ ഇംഗ്ലണ്ടിലിരുന്നു, ലണ്ടനിൽ. സെയിം കമ്പ്യൂട്ടർ. ശ്രദ്ധിച്ചോണേ, മറ്റേ പുള്ളി ഒന്ന് ഓടിച്ചു വിട്ടേ. രണ്ടുപേർക്കും ഇടയ്ക്ക് 5000 കിലോമീറ്റർ അകലം. മേളിൽ ആകാശം, താഴെ അറ്റ്ലാന്റിക് സമുദ്രം. രണ്ടുപേര് ഇരുന്നു. റെഡി എന്ന് പറഞ്ഞു. ഇന്റർനെറ്റ് കണക്ഷൻ കൊടുത്തു കമ്പ്യൂട്ടറിന്. ബോസ്റ്റണിലെ സയന്റിസ്റ്റ് തന്റെ കൈ തന്റെ കമ്പ്യൂട്ടറിനകത്തെ സ്പേസിലോട്ട് വെച്ചു. ലണ്ടനിലെ ശാസ്ത്രജ്ഞൻ സെയിം തന്റെ കൈ തന്റെ കമ്പ്യൂട്ടറിലോട്ട് വെച്ചു, ഓൺ ചെയ്തു. കേൾക്കണമോ? ബോസ്റ്റണിലിരുന്ന സയന്റിസ്റ്റിന്റെ കൈ ഇംഗ്ലണ്ടിലിരുന്ന ശാസ്ത്രജ്ഞൻ പിടിച്ചു കുലുക്കി. ഷെയ്ക്ക് ഹാൻഡ് ചെയ്തു, തിരിച്ചു ചെയ്തു. രണ്ടാമത് ഇംഗ്ലണ്ടിലിരുന്ന ശാസ്ത്രജ്ഞൻ വെച്ചു. ബോസ്റ്റണിലെ സയന്റിസ്റ്റ് കൈ പിടിച്ചു കുലുക്കി. കൺഫേം ചെയ്യാൻ ബോസ്റ്റണിലെ സയന്റിസ്റ്റ് ഒരു പെൻസിൽ വെച്ചു. ഇദ്ദേഹം പിടിച്ചു പറഞ്ഞു, ഇത് പെൻസിലാ. 5000 കിലോമീറ്റർ അകലെ ഇരുന്ന് ഒരുവൻ തൊട്ടെങ്കിൽ എതിർ ക്രിസ്തു ഭരിക്കുമ്പോൾ അവൻ ജെറുസലേമിലോ ബാബിലോണിലോ റോമിലോ ഇരുന്ന് അന്ന് ജീവിക്കുന്ന സകല ആളുകളെയും തൊട്ടു താഴെയിടും. ഈ ടെക്നോളജി കണ്ടുപിടിച്ചില്ലേ? എങ്ങനെ താഴെയിടും? ഇന്ന് ലോകത്തിലൊരു വിപ്ലവം നടന്നുകൊണ്ടിരിക്കുക. ഇതെല്ലാം വചന നിവൃത്തിയാ. പഴയ കാലത്തെ ദേവദാസന്മാർ വിളിച്ചു പറയും, ഏലിയാവിന്റെയും ആനോക്കിന്റെ അല്ലെങ്കിൽ മോശയുടെയും ശവം എല്ലാരും കാണുമെന്ന് പറഞ്ഞാൽ അവനിട്ട് അടിക്കും. ഇന്ന് പറ്റുകയില്ല. ഇന്നറിയാം കേബിൾ TV വഴി കാണുമെന്ന്. ഇതുപോലെ ഇന്നൊരു വിപ്ലവം ലോകത്തിൽ നടക്കുന്നുണ്ട്. ഒരു രാഷ്ട്രീയ വിപ്ലവമല്ല, മറ്റൊരു വിപ്ലവം. നിങ്ങളും ഞാനും ഒക്കെ പങ്കാളികളാ. ആ വിപ്ലവത്തിന്റെ പേരാ മൊബൈൽ വിപ്ലവം. ഇതില്ലാത്തവരുണ്ടോ? 2 എണ്ണമില്ലേ? ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട്, സെമിനാരി ചെറുവക്കൽ. ഒരു ദിവസം 7 മണിയായപ്പോൾ ആയൂർ ചെന്ന് നിന്നു അടുത്ത ബസ് പിടിക്കാൻ. 7 മണി ആയില്ല, നേരെ ശരിക്കും വെളുത്തില്ല. ഞാൻ നോക്കിയപ്പം ഒരു തമിഴ്ക്കാരൻ ഭിക്ഷക്കാരൻ സൈഡിലോട്ട് മാറി നിന്നിട്ടെ ഇതെടുത്ത് വിളിച്ച് ചോദിക്കുന്നു, തമ്പി അങ്ക എപ്പിടി ഇരിക്കിങ്ക രൊമ്പ മോശം, 2 നാളാ നാനും അങ്ങിട്ട് വരട്ടുമാ. നോക്കിക്കേ,
ഭിക്ഷക്കാരൻ സഹോദരൻ മൊബൈൽ എടുത്ത് ചെവി വെച്ച് തന്റെ കൂട്ടുകാരനോട് ചോദിക്കുക, അനിയ അവിടെ എങ്ങനെയുണ്ട് കച്ചവടം? ഇവിടെ 2 ദിവസമായിട്ട് മോശമാ, ഞാനും അവിടെ വരട്ടെ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിത് പഠിക്കാൻ എളുപ്പമുണ്ട്. മൊബൈൽ ഫോൺ സംസാരിക്കാൻ തന്നെയല്ലല്ലോ, ഇതിനകത്ത് വീഡിയോ ഇല്ലേ? ആയില്ലേ? കയ്യിരിക്കുന്നത് വീഡിയോ ഇല്ലേ? ഹല്ലേലൂയ. എങ്കിൽ ഇത് വചന നിവൃത്തിയാ. അവൻ അവിടെ ഇരുന്നു കൊണ്ട് ഈ ടെക്നോളജിയിൽ അന്ന് ജീവിക്കുന്നവന്റെ എല്ലാം മൊബൈലിൽ കൂടെ തൊട്ട് താഴെയിടും. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി പറയട്ടെ, ഒരെണ്ണത്തിനെ കിട്ടത്തില്ല. ഹല്ലേലൂയ. കരങ്ങളെ ഒരു ദൈവത്തെ സ്തുതിക്കാം. കോസ്മോളജി പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സമയത്തോളം പറഞ്ഞിട്ട് ഞാൻ വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. അത് പറഞ്ഞില്ലേ, നിർബന്ധം എന്നെ മേൽ കിടക്കുന്നു. എങ്കിലും ഒന്ന് വായിക്കാം, വേഗം അത് തീർത്തിട്ട് നമുക്ക് മുന്നോട്ട് വരണം. ലൂക്കോസിന്റെ സുവിശേഷം 21:25 അതാണല്ലോ കുറിവാക്യം. വേഗം വായിക്കാം. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ, പ്ലീസ് അതല്ല, റോമർ 8:20 വായിച്ചേ. റോമർ 8:20 വേഗം വായിക്കാം. 8:20, 22 ഒന്ന് വായിച്ചേ. റോമൻസ് 8:20 and 22. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. സർവ സൃഷ്ടിയും ഈറ്റുനോവോടെ ഇരിക്കുന്നു. അല്ലേ? ഇനിയും വായിക്കാം ലൂക്കോസ് 21:25. ലൂക്കോസ് 21:25. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും. അടുത്തത് കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ഭൂമിയിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും. അടുത്ത വാക്യം, ആകാശത്തിന്റെ ശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്തു ഭവിപ്പാൻ പോകുന്നു എന്ന് പേടിച്ചു നോക്കിപ്പാർത്തും കൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും. അടുത്ത വാക്യം, അപ്പോൾ മനുഷ്യരെ സംഭവം സംഭവിച്ചു കഴിയുമ്പോൾ കേട്ടോണേ, സൂര്യനിലെ ലക്ഷ്യം, ചന്ദ്രനിലെ ലക്ഷ്യം, നക്ഷത്രത്തിലെ ലക്ഷ്യം, ആകാശത്തിന്റെ ലക്ഷ്യം, കടലിന്റെ ലക്ഷ്യം, കരയുടെ ലക്ഷ്യം, അതിന് മുമ്പ് പറഞ്ഞു ഭൂമി ഉലുക്കം. ഇത്രയും സംഭവിക്കുമ്പോൾ ആ മനുഷ്യപുത്രൻ, അടുത്ത വാക്യം, ശക്തിയോടും മഹാ തേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും. ആരാന്നറിയാമോ? അവർ കാത്തിരിക്കുന്ന ഭക്തന്മാർ കാണോ. അടുത്ത വാക്യം, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്ത് വരുന്നത് കൊണ്ട് നിവർന്ന് തലപൊക്കുവിൻ. ഞാനിത് വളരെ കഷോട്ട് ചെയ്ത് പറയാൻ പോവാ. എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. അതുകൊണ്ടാ സൂര്യന് ലക്ഷ്യം കർത്താവ് പറഞ്ഞ കോസ്മോളജിയാ, ഓഷ്യാനോഗ്രാഫിയാ, ജിയോളജിയാ നടക്കാൻ പോവുക. 7 ഘടകത്തിലായി ഭൂമി. ഈ ഭൂമിക്ക് മാത്രമേ പ്രത്യേകതയുള്ളൂ. അറിയാമോ? നിങ്ങൾക്കറിയാം 9 ഗ്രഹം, ഇപ്പൊ 8 ഗ്രഹമേ ഉള്ളൂ. ഒന്ന് തമ്പുരാൻ വെട്ടി മാറ്റി നമ്മൾ പോകുന്നോണ്ടാ. ഒരെണ്ണം മാറ്റി, സൂര്യനോട് ചേർന്ന് 9 ഗ്രഹം. ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം നമുക്കറിയാം ജൂപ്പിറ്റർ, മലയാളത്തിൽ ബുധൻ. അവന്റെ ഒറ്റ സൂര്യന്റെ ചൂടാ അടിക്കുന്നതിനെല്ലാം. അവന്റെ ചൂട് 427 ഡിഗ്രി, 100 ഡിഗ്രിയിലാണ് വെള്ളം തിളയ്ക്കുന്നത്. അവന്റെ ചൂട് 427. അതിനടുത്ത് നിൽക്കുന്നു നമ്മുടെ ചേട്ടൻ വീനസ്, മലയാളത്തിൽ ശുക്രൻ. അവന്റെ ചൂട് 482. അതിനടുത്ത് നിൽക്കുന്നു എർത്ത്, ഭൂമി, കൂവറ്റ് ഉൾപ്പെടെ. ഈ ഭൂമിയുടെ ആവറേജ് ചൂട് 20 ഡിഗ്രി ആയിരുന്നു. നിങ്ങൾക്ക് 45, ഇന്ത്യയിൽ 33, പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ 0.4, ആവറേജ് 20. നമ്മുടെ അപ്പുറത്ത് നിൽക്കുന്നു നമ്മുടെ അനിയൻ ചൊവ്വ, മാർസ്. അവന്റെ ചൂട് 140. അതിന്റെ അപ്പുറത്ത് പടുകൂറ്റംപുള്ളി നിൽക്കുന്നു ജൂപ്പിറ്റർ, വ്യാഴൻ. അവന്റെ ചൂട് 125. വ്യാഴം കഴിഞ്ഞാൽ അടുത്ത നിങ്ങൾക്കറിയാം മാർസ്, ശനി. അവന്റെ ചൂട് 121. പിന്നെ യുറാനസ് 193, നെപ്റ്റ്യൂൺ 193, തമ്പുരാൻ ഓടിച്ചുവിട്ട പ്ലൂട്ടോ 217. ഇതിലെന്താ ഈ ഭൂമിക്ക് മാത്രം ആവറേജ് 20? എന്തുകൊണ്ട്? ഒറ്റ സൂര്യന്റെ കൂടെ ഒന്നാം മനുഷ്യന്റെ മൂക്ക് ജീവശ്വാസം ഊതിയപ്പം ആദാം മുതൽ ഇന്ന് വരെ ലോകത്തെ ജീവിച്ച മുഴുവൻ പുള്ളികളുടെ നോർമൽ ടെമ്പറേച്ചർ 98.5 അല്ലെങ്കിൽ 36. അതിൽ ജീവിക്കണ ഇത് മതി. അതിനാ ഇത് വേണം. എന്നാൽ സൃഷ്ടിച്ചവൻ പറഞ്ഞു സൂര്യനിൽ ലക്ഷ്യം. 3 ലക്ഷ്യമുണ്ട്, എല്ലാം പറയാൻ നേരമില്ല. സൂര്യൻ ബലൂൺ പോലെ വികസിക്കുന്നു, അത് പോട്ടെ. 2, സയൻസിന് ഭയങ്കര പേടിയുള്ള 3 അക്ഷരമുണ്ട്. സൂര്യനെ കുറിച്ചുള്ളതാ CME. നമുക്കതിന്റെ ഗൗരവം അറിയത്തില്ല. നമ്മളോർക്കും ജാക്കോമത്തായി എലഞ്ഞിക്കലെന്നാണ് അല്ലേ? എന്നാൽ അതൊന്നുമല്ല. CME കേട്ടോണം. കൊറോണൽ മാസ് ഇജക്ഷൻ. സൂര്യൻ 3 ഭാഗമാ. ഫോട്ടോസ്ഫിയർ, ക്രോമോസ്ഫിയർ, അകത്തെ ഭാഗത്തിന്റെ പേരാ കൊറോണ. അവിടെ ഒരു സെക്കൻഡിൽ 6000 ഡിഗ്രി കെൽവിൻ, 1.5 കോടി ഡിഗ്രിയിൽ 60 കോടി ടൺ ഹൈഡ്രജൻ കത്തി ഹീലിയം ആകുമ്പം അവിടുത്തെ ചൂട് 1.5 കോടിയാ.
അറിയാമോ? ആ ചൂട് കൂവറ്റ് വരുമ്പോ ഏറിയ 40. എങ്ങനെ? എന്റെ ദൈവം അരിച്ചു വിട്ടതാ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ സയൻസ് കണ്ടുപിടിച്ചു CME, കൊറോണൽ മാസ് ഇജക്ഷൻ. മലയാളത്തിൽ പറഞ്ഞ സൂര്യന്റെ അന്ത്യശ്വാസം. അകത്തെ ഇന്ധനം മുഴുവൻ സൂര്യൻ തുപ്പി വിടുക. അതാ ഇന്നത്തെ ഗ്ലോബൽ വാർമിംഗ്. സൂര്യന് ലക്ഷ്യം ഗ്ലോബൽ വാർമിംഗ്. ചൂടെത്രാന്നറിയാമോ? ചൈനക്കാർ 2002 ഈ കാലാവസ്ഥയുടെ മാറ്റം പഠിക്കുന്നവരെ എവറസ്റ്റിൽ വന്നൊരു മഞ്ഞുമല അളന്നു പോയി. 5600 മീറ്റർ. കഴിഞ്ഞതിന്റെ തലേ വർഷം കഴിഞ്ഞവർ നെഞ്ചത്ത് കൈവച്ചു. 2 മീറ്റർ ബാക്കി എവിടെ പോയി? കടലിലോട്ട് ഇറങ്ങി. ഭൂമിയുടെ കൂളർ. എന്തുകൊണ്ടായി ഗൾഫിലൊക്കെ ആളുകൾ ജീവിക്കുന്നത്? തമ്പുരാന്റെ അഡ്ജസ്റ്റ്മെന്റ് അല്ല, ഇവിടുത്തെ ടെമ്പററി അല്ല. ഭൂമിക്ക് ഒരു കൂളറുണ്ട്. അതിന്റെ പേരാ ഉത്തര ധ്രുവം, നോർത്ത് പോൾ. അവിടെ 3 ഐസായിട്ടിരിക്കുന്നത്. ചെറിയ പരിപാടിയല്ല തമ്പുരാൻ വെച്ചിരിക്കുന്നത്. പോളാർ ഐസ്, പാക്ക് ഐസ്, ഫാസ്റ്റ് ഐസ്. ഏറ്റവും അടി കിടക്കുന്ന ഐസിന്റെ പേരാ പോളാർ ഐസ്. ഒരു ഐസിന്റെ കനം 50 മൈൽ, 75 കിലോമീറ്റർ. അതിന്റെ മേളിൽ ഫാസ്റ്റ് ഐസ്, പാക്ക് ഐസ്. ആ തണുപ്പാ വരുന്നത്. എന്നാൽ സയൻസ് ഭയപ്പെടുന്നു. അടിയിലെ പോളാർ ഐസ് വരെ ഉരുകാൻ തുടങ്ങി. ഗ്ലോബൽ വാർമിംഗ്. ശാസ്ത്രം പറയുന്നു ഇതുപോലെ ചൂട് പോയാൽ 2020 തുറമുഖ നഗരം കാണത്തില്ല. ഒരു 12 വർഷത്തേക്കുള്ളിൽ ഇങ്ങനെ പോകാനൊക്കത്തില്ല. അവര് പോലും പറഞ്ഞു ചൂട് കൂടിയാൽ. ദൈവമക്കൾ ഉള്ളതുകൊണ്ട് കർത്താവ് കുറച്ചാ ഭാഗ്യം. ഗ്ലോബൽ വാർമിംഗ്. ഈ രോഗത്തിന്റെ കാരണം എന്നാ? ജപ്പാൻകാർ കണ്ടുപിടിച്ചറിയാമോ? 997 കണ്ടുപിടിച്ചു. ഏറ്റവും വലിയ സംഭവം, സൂര്യനിൽ നിന്ന് 41% ഇവിടെ വരാവുള്ളൂ സൂര്യപ്രകാശം. ബാക്കി 51 ഇൻഫ്രാറെഡാ. ഷുഡ് നോട്ട് കം, വരാൻ പാടില്ല. 8% UV വരാൻ പാടില്ല. അത് വരാതിരിക്കാൻ എന്റെ ദൈവം, നമ്മുടെ ദൈവം സൂര്യനും ഭൂമിക്ക് ഇവിടേക്ക് ഒരു കവർ ഇട്ടിരുന്നു. ആ കവറിന് സയൻസ് ഇട്ട് ജപ്പാൻകാരിട്ട പേരാ മാഗ്നറ്റിക് ലെയർ. അതായത് UV അടിച്ച് തെറിച്ചു പോകും, ഇൻഫ്രാറെഡ് തെറിച്ചു പോകും. അവരിട്ട പേരാ മാഗ്നറ്റിക് ലെയർ. അവരിട്ട് 97. ബൈബിളിൽ പണ്ട് അതിന് പേരുണ്ട്, അറിയാമോ? ബൈബിളിനകത്തില്ലാത്ത പരിപാടിയൊന്നുമില്ല. ബൈബിളിനകത്ത് പേരിട്ടിട്ടുണ്ട്. 19-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യം. അവിടെ അവൻ സൂര്യനെ ഒരു കൂടാരം അടിച്ചിരിക്കുന്നു. എന്നാൽ ജപ്പാൻകാർ പറയുന്നു ആ കൂടാരം 60,000 ചതുരശ്ര കിലോമീറ്റർ നീളത്തിൽ കീറിപ്പോയി. ഇന്ന് എന്തേ ക്യാൻസർ വരുന്നു? എന്ത് ഡയബറ്റിക് വരുന്നു? എന്തുകൊണ്ട് രോഗം? കർത്താവ് പറഞ്ഞില്ലേ മഹാവ്യാധി പ്രധാന വില്ലൻ സൂര്യനാ. ഇവിടെ മെഡിക്കൽ സ്റ്റാഫുണ്ട്, ഡോക്ടേഴ്സും ഉണ്ട്. അവര് പറഞ്ഞു തരും. ചോദിച്ചേ, ശരീരത്തിന്റെ പ്രതിരോധ ശക്തി കുറയ്ക്കുക ഈ പുള്ളി. നമ്മുടെ ശരീരത്തിൽ AGTC അറിയാമല്ലോ, അഡനൈൻ, തൈമീൻ, ഗുവനിൻ, സൈറ്റോസിൻ. ഇത് പ്ലേസ്മെന്റ് ചെയ്യുമ്പോൾ എന്റെ നിങ്ങളുടെ ശരീരത്തിൽ തമ്പുരാൻ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിന്റെ പേരാ P53, ബാക്ക്ഗ്രൗണ്ട് പ്രോട്ടീൻ. ശരീരത്തിന്റെ പട്ടാളക്കാരൻ, ഏത് രോഗത്തെ തെറിപ്പിക്കുന്നവൻ. എന്നാൽ UV അടിച്ചാൽ, ഇൻഫ്രാറെഡ് അടിച്ചാൽ അത് ന്യൂട്രലാകും. ഏത് ഭാഗത്ത് അടിക്കുന്നോ അവിടെ P53 പ്രൊഡ്യൂസ് ആകത്തില്ല. അതിനകത്ത് ജീനെല്ലാം കൂടെ കുടുംബം. ക്യാൻസർ തുടങ്ങിയ രോഗം വില്ലൻ സൂര്യനാ. അന്ത്യകാലത്ത് സൂര്യനിൽ ലക്ഷ്യം. ഇതിൽ രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗമേ ഉള്ളൂ. ഒടുവിൽ കർത്താവിലും അവന്റെ ആത്മാവിലും ശക്തിപ്പെടുക. ചന്ദ്രനിൽ ലക്ഷ്യം. അതൊന്നും ഞാൻ പറയുന്നില്ല. ലക്ഷണം കണ്ടു. നക്ഷത്രത്തിൽ ലക്ഷ്യം. വരുന്നൊരെണ്ണം അടിക്കാൻ 993 ഒരെണ്ണം വന്നതാ. ഷൂമാക്കർ ലേവി കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേരായിട്ടത്. അന്ന് ലോകം അവസാനിക്കുമെന്ന് പറഞ്ഞു ജൂൺ 14. ഇത് അടിച്ചില്ല. എന്നാ? ദൈവമക്കളുകൊണ്ട് അടിച്ചില്ല. തമ്പുരാൻ സ്റ്റിയറിംഗ് തിരിച്ചു വിട്ട് പോടാന്ന് പറഞ്ഞു. എന്റെ മക്കൾ ഇവിടെ ഉണ്ട്, അവരെ മേലോട്ട് കൊണ്ട് ഇതിൽ അടിച്ച് കൊല്ലാനല്ലെന്ന് പറഞ്ഞു. അത് പോയത് എങ്ങോട്ടാന്നറിയാമോ? അത് ജൂപ്പിറ്ററിന്റെ നേരെ ചെന്ന് വ്യാഴൻ പിടിച്ചു വലിച്ചു. നടന്ന സംഭവമാ. വ്യാഴന്റെ ഗ്രാവിറ്റി പിടിച്ചു വലിച്ചിട്ട് ഷൂമാക്കർ ലേവി 21 കഷണമായി തെറിച്ചുപോയി. അതിലൊരു കഷണം വ്യാഴന് ചെന്ന് ഇടിച്ചു. ഒരു ചെറിയ പൊത്ത് കിടപ്പുണ്ട്. ടെലസ്കോപ്പിൽ കൂടെ കാണാം ആ പൊത്ത്. ആ പൊത്തിന്റെ വലിപ്പം കേൾക്കണോ? അതിനകത്ത് ഭൂമി കയറ്റി വെക്കാം. അപ്പൊ വലിപ്പം മനസ്സിലായല്ലോ. എന്നാൽ അതിന്റെ ചേട്ടൻ ഒരെണ്ണം ഇളകിക്കഴിഞ്ഞു. അവന്റെ പേരാ ഊർട്ടുകൗടെന്ന് പറയും. വടക്കേ ഭാഗത്ത്. എനിക്കറിയാം സ്പീഡ് ഇച്ചിരി കൂടുന്നുണ്ട്. ദയവായി നിങ്ങൾ സഹകരിക്കണം, അല്ലെ തീരുകയല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഊർട്ടുകൗഡ് നക്ഷത്രങ്ങളുടെ ജന്മസ്ഥലം. അവിടെ നിന്ന് ഒരെണ്ണം ഇളകിക്കഴിഞ്ഞു. അവന്റെ പേര് F47. അവൻ ഈ ഭൂമിക്ക് ഇടിക്കുമെന്ന് സയൻസ് പറഞ്ഞു കഴിഞ്ഞു. അത് തന്നെയാ ബൈബിൾ പഠിപ്പിക്കുന്നത്. ദൈവമക്കൾ മാറി 3.5 വർഷം കഴിയുമ്പോൾ നക്ഷത്രങ്ങൾ ഹല്ലേലൂയ പെരുങ്കാറ്റുകൊണ്ട് ഉതിർത്തിട്ട് കായ് ഉതിർക്കുന്നത് പോലെ നക്ഷത്രം ഭൂമിയിൽ പതിക്കും. വെളിപ്പാട് 6:12. 2000 വർഷം മുമ്പ് യോഹന്നാൻ അപ്പോസ്തലൻ എഴുതി വെച്ച നക്ഷത്രം പതിക്കുമെന്ന്.
പതിക്കാനുള്ള നക്ഷത്രം ഇറങ്ങിക്കഴിഞ്ഞു, ചലിച്ചിറങ്ങി, ഷെയ്ക്കായി, ഊർട്ടകൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു. കാൽക്കുലേഷൻ ഒത്തിരി ഉണ്ട്, അറിയാമോ? അവിടെ നിന്ന് ഇളകിയാൽ എത്ര വർഷം കൊണ്ട് ഭൂമിയിൽ വരുമെന്നുള്ള കാൽക്കുലേഷൻ വരെ നടന്നു. അതെല്ലാം കൂടെ കണക്കൂട്ടുമ്പോൾ മനസ്സിലാകും അതിന് 3.5 വർഷം മുമ്പ് നമ്മൾ മാറിപ്പോകും. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ആകാശത്തിന്റെ ശക്തി ഇളകിപ്പോകും. 1.5 കോടി കിലോമീറ്ററിൽ ആകാശം കീറിപ്പോയത്. 1.5 കോടി ആകാശം കീറിപ്പോയി. നിങ്ങൾക്കറിയാം, 2ാമത്തെ തട്ട് ഓസോൺ, ഭൂമിയിൽ വ്യവസായ വിപ്ലവത്തിന്റെ ബാക്കിപത്രം. 1.5 കോടി കിലോ, ആദ്യമേ 93 ലക്ഷമാ, കഴിഞ്ഞ വർഷം നോക്കിയപ്പോ 1.5 കോടി കിലോമീറ്റർ കീറിപ്പോയി. എന്റെ പ്രിയം പറഞ്ഞില്ലേ, ആകാശത്തിന്റെ ശക്തി ഇളകും. ഇനി തെളിയിക്കാൻ വല്ലതും ഉണ്ടോ? ഇതിനപ്പുറം ആർക്കും അത് മറക്കാനൊക്കും? 1.5 കോടിയാ, 1ഉം 2ഉം അല്ല. 93 ലക്ഷമായിരുന്നു ആദ്യം. കഴിഞ്ഞ വർഷത്തെ കണക്കാ. ആകാശം 1.5 കോടി. 2ാമത്തെ തട്ട് ഓസോൺ, സ്ട്രാറ്റോസ്ഫിയർ കീറിപ്പോയി. അതാണ് അടുത്ത പ്രശ്നം. ആകാശത്തിന്റെ ശക്തി ഇളകും. കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം. ഞാൻ അവിടെ നിർത്തുക, അതുകൂടെ പറഞ്ഞ് ഭൂമിയിൽ ചിന്തിക്കാൻ നേരമില്ല. കടല് 3 ഭാഗമാണ്. 5 കിലോമീറ്റർ താഴ്ച. ഗൾഫുകാർ ബാക്കിയുള്ളവരെ ഇവിടെ കുഴപ്പം വരികയില്ല, കാരണം ഇവിടെ സോഡിയം ക്ലോറൈഡ് കൂടുതലുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ കിടന്നോളൂ. 3 ഭാഗമാണ് കടൽ. എന്താന്ന് കേട്ടോണം. എപ്പിലിമ്യോൺ 300 മീറ്റർ, സൂര്യപ്രകാശം 300 മീറ്റർ ചെല്ലത്തുള്ളൂ. അതിന്റെ പേരാ എപ്പിലിമ്യോൺ. 2ാമതൊരു ഭാഗമുണ്ട്, വെള്ളവുമല്ല ഐസുമല്ല, പൈക്ലോക്ലൈൻ. അതിനടി ഡീപ് സീ, ഹൈപ്പോലിമ്യോൺ. ഇങ്ങനെ ഇട്ടിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? അത് കാരണമുണ്ട്. എപ്പിലിമ്യോൺ, പൈക്ലോക്ലൈൻ, ഹൈപ്പോലിമ്യോൺ, 3 ഭാഗം. എന്തിനാണെന്നറിയാമോ? ചുമ്മാ ഒരു രസത്തിനല്ല. കടലിനടിയിൽ 215 അഗ്നിപർവ്വതമുണ്ട് ജീവനുള്ളത്. ഇവിടുന്ന് 60 കിലോമീറ്റർ കുഴിച്ചാൽ അഗ്നിപർവ്വതമാണ്. കടലിൽ 5 കിലോമീറ്റർ കുഴിച്ചാൽ മതി, അഗ്നിപർവ്വതമാണ്, വൾക്കാനോ. 215 എണ്ണം ഉണ്ട്. വെറുതെ വെച്ചിരിക്കുകയല്ല. നമ്മുടെ ദൈവത്തിന്റെ പെരുന്നാളിന് വെടികെട്ടിന് വെച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ തമ്പുരാന് ഒരു വെടികെട്ടും പെരുന്നാളും ഉണ്ടറിയാമോ? അന്ത്യന്യായവിധി കഴിയുമ്പോൾ സകല ദുഷ്ടന്മാരെയും ഗന്ധകം കത്തുന്ന പൊയ്കയിൽ എറിഞ്ഞു കഴിയുമ്പോൾ സ്വർഗത്തിലെ ദൈവം 215 അഗ്നിപർവ്വതം ഒന്നിച്ചു പൊട്ടിക്കുമ്പോൾ, ചെതറുമ്പോൾ, വെള്ളം ഹൈഡ്രജനും ഓക്സിജനും വിഘടിച്ചിട്ട് ഹല്ലേലൂയ കത്തുമ്പോൾ, ഈ ഭൂമിയും ആകാശവും കത്തുമ്പോൾ എന്റെ ദൈവത്തിന്റെ വെടികെട്ട് പൂർത്തീകരിച്ചിട്ട് ഒരു രാത്രി ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഇന്നത് പൊട്ടരുത്. അതിന് ചെയ്തിരിക്കുന്നതാണ് ഈ 3 ഭാഗം. കടലിന്റെ അടിയിലെ പ്രഷർ എത്രയെന്നറിയാവോ? കരയുടേക്കാൾ 700 മടങ്ങാ. ഞാനോ നിങ്ങളോ ഈ ശരീരത്തിൽ അവിടെ ചെന്നാൽ 2 മിനിറ്റ് കൊണ്ട് എന്റെ തല പപ്പടം പോലെ വരും. അത്ര പ്രഷറാ. എന്നാൽ കടല് വിളിച്ചു പറയുന്നു, നോക്കിക്കേ, വചന നിവൃത്തി. ദൈവമേ, 23 ഡിഗ്രി കൂടി ചൂട് ഞങ്ങൾക്ക് സഹിക്കാൻ മേല. ഇന്ന് എത്രയെന്നറിയാമോ? 60 ആയി. അതാ സംഭവം. തെക്കൻ അമേരിക്കയിലെ ഇക്വഡോറിൽ 60 ഡിഗ്രി വന്ന് 2004 കടല് ലോലമായി. കടല് ലോലമായിട്ട് അടിയിൽ നിന്ന് ഒരു വൾക്കാന പൊട്ടി. 6000 ഡിഗ്രി മാഗ്മ വെളിയിൽ വന്നു. 6000 ഡിഗ്രി. അത് അറ്റ്ലാന്റിക് സമുദ്രം ഇങ്ങോട്ട് കിഴക്കോട്ട് കൊടുത്തു ഇന്ത്യൻ സമുദ്രത്തിന്. ഇന്ത്യൻ സമുദ്രം വൊമിറ്റ് ചെയ്തതിന് പേരാ സുനാമി. പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. PCKയുടെ കൺവെൻഷൻ നോട്ടീസിന്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് സുനാമി. ദൈവദാസന്മാർ ആത്മാവിൽ എഴുതിയതാ സുനാമി. എന്റെ തമ്പുരാൻ പറഞ്ഞു, കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ലോകത്തിലെ ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിമം. 3 ലക്ഷം പേരെ ഒപ്പിയെടുത്തു സുനാമി. നിങ്ങൾ ശ്രദ്ധിച്ചോ, അടുത്ത വർഷങ്ങളിൽ സുനാമി കൂടും. കാരണം കടലിലെ ചൂട് വർദ്ധിച്ചു കഴിഞ്ഞു, അഗ്നിപർവ്വതം ഇളകുന്നു, ഇനിയും സുനാമി വർദ്ധിക്കും. വചന നിവൃത്തി. കടലിലെയും ഓളത്തിന്റെയും മുഴക്കം. ആർക്കും മറുക്കാം, ആർക്കും മറുക്കാൻ ഒക്കുവിധേ. ഇത് വല്ലതും കള്ളമാണോ? ശാസ്ത്രം പറയുന്ന തെളിവുകളല്ലേ? ബൈബിളിൽ എഴുതി വെച്ചില്ലേ? എങ്കിൽ എന്നെ വളരെയധികം ഫീലിംഗ് ഉണ്ടാക്കുന്ന 5 കാര്യം ഞാൻ പറയാൻ പോകുക. ഇനി എന്റെ ദൈവത്തിന് കൈയും കെട്ടി നിൽക്കാൻ ഒക്കത്തില്ല. ബാക്കിയെല്ലാം വിട്ടുകളയുന്നു പുറകോട്ട്. 5 കാര്യം ദൈവം വെച്ച സിസ്റ്റം ഉണ്ട്. നിങ്ങൾ ദയവായി ശ്രദ്ധിക്കണം. മറ്റേ പുള്ളി ഒന്നുകൂടെ ഓടിച്ചു വിട്ടേ. ദൈവം വെച്ച 5 സിസ്റ്റം. അത് 1 മനുഷ്യൻ മാറ്റി, ചെറുപ്പക്കാർ മാറ്റി, 4 സൈറ്റ്സ് മാറ്റി. ഇനി ദൈവം കൈയും കെട്ടിയിരിക്കത്തില്ല. ഈ തലമുറയിൽ ദൈവം ന്യായം വിധിക്കും. ന്യായം വിധിക്കാതിരിക്കാൻ ഒക്കത്തില്ല. 5 സിസ്റ്റം ദൈവം വെച്ചു. കേട്ടോണം. വിവാഹം, ഗർഭധാരണം, പ്രസവം, വാർദ്ധക്യം, മരണം, മറവി, ഭയം. ദൈവം വെച്ചതാ. ദൈവം വെച്ചത്. അതാ ഞാൻ ആദ്യത്തെ ദിവസം പറഞ്ഞത്. 1ാമത്തെ അനുഗ്രഹം പ്രായപൂർത്തിയായ പുരുഷനും സ്ത്രീയും വിവാഹം കഴിക്കണം. തമ്പുരാൻ വെച്ചതാ. ആദ്യത്തെ കല്യാണം നടത്തിയത് കർത്താവ് യഹോവയായ ദൈവം. നമ്മുടെ കർത്താവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ഉദ്ഘാടനം കല്യാണ വീട്ടിലാ.
ഈ 5 സിസ്റ്റം ദൈവം വെച്ചതാ. ഇത് മാറി, ഒരെണ്ണം മനുഷ്യൻ മാറ്റി. വിവാഹം നിങ്ങൾ പലർക്കെങ്കിലും അറിയാം. തീമോഥെയോസിന്റെ ലേഖനത്തിൽ പണ്ടേ പൗലൂസ് എഴുതി, അന്ത്യകാലത്ത് വിവാഹം വിലക്കും. ഇന്നൊരു സിസ്റ്റം ഇറങ്ങിയിട്ടുണ്ട് ചെറുപ്പക്കാരുടെ ഇടയിൽ, അത് കേട്ടുകൊള്ളുക. അതിന്റെ പേരാണ് കോ ഹാബിറ്റേഷൻ. അവരിട്ടിരിക്കുന്ന ഓമന പേരാ കോ ഹാബിറ്റേഷൻ. എന്നാന്ന് കേട്ടോണം. പ്രായപൂർത്തിയായ ഒരു പുരുഷനും ഒരു സ്ത്രീയും, ഒരു യുവാവും ഒരു യുവതിയും പഠിക്കാൻ പോയതായിരിക്കാം, ജോലിക്ക് പോയതായിരിക്കാം. സമൂഹത്തിന്റെ അംഗീകാരമില്ലാതെ വിവാഹം കഴിക്കാതെ നിയമവിരുദ്ധമായി ഒരു പ്രത്യേക വർഷത്തെ എഗ്രിമെന്റിൽ ഒന്നിച്ച് താമസിക്കുക തുടങ്ങിക്കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അറിയുന്നില്ലെന്നേ ഉള്ളൂ. ജോലിക്ക് പോകുന്നതാ, പഠിക്കാൻ പോകുന്നതാ, പെങ്കൊച്ച് ഹോസ്റ്റലിലാണ് കയറുന്നത്, വെളുപ്പിനെ ഇറങ്ങുന്നത് വേറെ സ്ഥലത്ത് നിന്നാ. പ്രൈസ് ദി ലോർഡ്. അതിന്റെ പേര് കോ ഹാബിറ്റേഷൻ. അറിയാമോ, ലോകം മുഴുവൻ സംഭവിച്ചു. വയസ്സ് 27, വയസ്സ് 28, സുന്ദരൻ സുന്ദരി, നല്ല ജോലി, ആരോഗ്യം, കല്യാണം ആലോചിച്ചാൽ തെറിപ്പിച്ചു വിടും. കല്യാണം വേണ്ട, ചോദിച്ചാൽ പഠിക്കട്ടെ, ഇച്ചിരി കഴിയട്ടെ. സംഭവം എന്നാന്നറിയാവോ? പ്രൈസ് ദി ലോർഡ്. വേറൊന്നുമല്ല. മക്കളെ പഠിപ്പിക്കുന്ന മാതാപിതാക്കള്, ഒരു പിതാവെന്നുള്ള രീതി ഞാൻ പറയാം, ഓരോ ചെക്കും അയക്കുമ്പോൾ കരം വെച്ച് പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വൈകുന്നേരം എത്ര തിരക്കാണെങ്കിലും പാവിരിച്ച് ഒരു തുള്ളി കണ്ണുനീര് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒഴുക്കിക്കോ. ശത്രു അത്ര തകർത്ത് കഴിഞ്ഞു. ഹല്ലേലൂയ. ലൈഫ് വിത്തൗട്ട് മാരിയേജ്, കോ ഹാബിറ്റേഷൻ. അതിന്റെ ഭീകരത ഞാൻ ഇവിടെ വർണ്ണിക്കുന്നില്ല. അടുത്തതിലേക്ക് വരാം. ഗർഭധാരണം, പ്രസവം. ഇനി ദൈവം ഈ ഭൂമിയെ വെച്ചോണ്ടിരിക്കുമോ നിങ്ങളങ്ങ് ചിന്തിച്ചു. ദൈവം തമ്പുരാ സ്ത്രീയോട് പറഞ്ഞതാ, നിനക്ക് ഞാൻ ഗർഭധാരണവും പ്രസവവും. എന്താ? ഇറ്റ് ഈസ് നോട്ട് എ കേഴ്സ്, ഇറ്റ് ഈസ് എ കോഴ്സ്. ഫാമിലി ഉണ്ടാകാൻ. അറിയാമോ, എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ ഞാൻ 9 മാസം കിടന്ന് നിങ്ങളും മുഴുത്തവരാ. ഞങ്ങളുടെ വീട്ടിലെ എല്ലാ ശനിയാഴ്ചയും ഞങ്ങളൊരു കളി കളിക്കും. എല്ലാ ശനിയാഴ്ച കളിയുള്ള എന്നാന്നറിയാവോ? ഞങ്ങളുടെ വീട്ടിൽ അമ്മച്ചി ഏത്തക്കാപ്പം ഉണ്ടാക്കി. ഇന്നത്തെ കാര്യമല്ല, 65 വർഷം മുമ്പുള്ള കാര്യമാണ്. അമ്മച്ചി ഏത്തക്കാപ്പം ഉണ്ടാക്കി. അന്ന് 4 മണിക്ക് ഒരു കളി. ഞാൻ അച്ഛൻ, ചേട്ടൻ പാവവാ, ചേട്ടൻ കപ്പിയാര്. ഇരുമ്പ് പിഞ്ഞാണ് എടുത്ത് പുള്ളി സ്പൂണ് കൊണ്ട് മണി അടിക്കും. വിശ്വാസികൾ ഇളയ പെങ്ങന്മാര് 3 വരും. അവരിരിക്കും, ഞാൻ പാട്ടുപാടും, പ്രാർത്ഥിക്കും, ചേട്ടൻ കപ്പിയാര് കൂടെ കൂടും. ഒടുവിൽ അച്ഛൻ വിളിച്ചു പറയുക, സ്വത്രാഴ്ച എടുക്കാം. കപ്പിയാര് പ്ലേറ്റ് തെറ്റിക്കും. അച്ഛൻ ആദ്യം കിട്ടിയത് അങ്ങോട്ട് വെക്കും, ഏത്തക്കാപ്പം. കപ്പിയാര് രണ്ടാമത് വെക്കും. വിശ്വാസികൾ 3 വെക്കും. ഏത്തക്കാപ്പം 5 വരും. ഞാൻ പറയും പ്രാർത്ഥിക്കാം. കപ്പിയാരും കണ്ണടയ്ക്കും, വിശ്വാസികളും കണ്ണടയ്ക്കും. അച്ഛൻ 5 എണ്ണം എടുത്ത് കിടക്ക കപ്പക്കാലായി. അവിടുന്ന് വഴക്ക് അമ്മച്ചിയുടെ ചെന്ന് പറയും, അമ്മച്ചി ഒരു കിഴുക്ക് എനിക്കിട്ട് അവർക്ക് വേറെ കൊടുക്കും, പിന്നെ ഇണങ്ങും, അതിന്റെ കുറച്ചുകൂടെ കിട്ടും. എന്തേ ഇന്നുമുണ്ടല്ലോ, ആ ബന്ധം വിട്ടിട്ടില്ല. അറിയാമോ, ഒരാൾ അമേരിക്കയില, ഒരാൾ ബാംഗ്ലൂരില. ഇന്ന് രാവിലെ കൂടെ ഒരാൾ വിളിച്ച്, നിനക്ക് വല്ലതും വേണോ? എന്താ? എനിക്കും നിങ്ങൾക്കുള്ള സ്നേഹം. എന്റെ ദൈവം ഒരമ്മയുടെ വയറ്റിൽ നിന്നും നമ്മൾ വന്നോ. പക്ഷേ സയൻസ് പറയുന്നു, ജപ്പാൻകാർ ഒരു ടെക്നോളജി കണ്ടുപിടിച്ചിട്ടുണ്ട്. ടെക്നോളജിയുടെ പേര് ബയോണിക് ടെക്നോളജി. കൊച്ചു പിള്ളേരൊക്കെ ഉണ്ട്, പക്ഷെ പറയാതിരിക്കാൻ ഒക്കത്തില്ല, അവരും അറിഞ്ഞിരിക്കട്ടെ. ജപ്പാൻകാരൻ പറയുന്നു, പെൺപിള്ളേരോട് പറഞ്ഞു, നിങ്ങൾ പ്രസവിക്കണ്ട, ഈ വേദനയൊന്നും അനുഭവിക്കണ്ട, ദേഹത്ത് നീര് വെക്കണ്ട, സൗന്ദര്യം കളയണ്ട, ഞങ്ങൾ ഏറ്റു. ഒരു സ്ത്രീ ഗർഭം ധരിച്ചാൽ ഡോക്ടേഴ്സ് ഇവിടെ അവർക്കറിയാം, 72 മണിക്കൂറിന് അവിടെ ഒന്നുമില്ല, കാണാൻ പോലും ഒന്നുമില്ല, വെറും ഒരു പാട് മാത്രം. അതിനാ നമ്മുടെ ഡോക്ടേഴ്സിന്റെ ഭാഷ പറഞ്ഞ ബ്ലാസ്റ്റോസിസ്റ്റ്, ചെറിയൊരു കൊമള. അതാകുമ്പോൾ ശരീരത്തിന് ഇൽ ഫീലിംഗ് ഉണ്ടാവും, വൊമിറ്റിംഗ് പോലും ചെയ്യത്തില്ല, എന്തോ ഒരു വല്ലായ്മ. അന്നേരം അവരോട് പറഞ്ഞാൽ മതി, അവരിങ്ങ് വരും, കാശ് കൊടുക്കണം. ജപ്പാൻകാർ പറഞ്ഞ ബയോണിക് ടെക്നോളജി. അവർ വന്ന് ഇലക്ട്രോണിക് ആബ്സസിൽ സംഗതി ഇങ്ങ് എടുക്കും, എങ്ങും കൊണ്ടുപോകത്തില്ല. മുറിക്കകത്ത് ഒരു ഗ്ലാസ് ചേംബർ കൊണ്ടുവരും, അതിനകത്ത് ഇടും, നമുക്ക് കാണാൻ പോലും ഇല്ല. അമിനിയാറ്റിക് ഫ്ലൂയിഡ് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി, അമിനിയാറ്റിക് ഫ്ലൂയിഡ് അതിനകത്തിടും. 8 വയർ കൊടുക്കും, കമ്പ്യൂട്ടറും വെക്കും, ഇൻവെർട്ടറും വെക്കും. അവര് പോകും, ഇത് അതിനകത്ത് കിടന്ന് വളർന്നോളും. ഛർദിക്കണ്ട, തലകറങ്ങണ്ട, ഇതിനകത്ത് റെഡി, സൂപ്പർ പ്ലാൻ. ജോലിക്ക് പോകാം, ശരീരം കളയണ്ട, പ്രസവ വേദന ഇല്ല, ഒരു കുഴപ്പമില്ല. ഒരു മുറിയിൽ ഇതും വളരും, അപ്പുറത്തെ മുറി മീനും വളരും. ഭയങ്കര ഭീകരത കേട്ടോ. 3-ാം മാസത്തിൽ അവർ വരും. അവർ വന്നിട്ട് പറയും, ഹല്ലേലൂയ, ഡിസ്കുമായിട്ട് അവർ, ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ലോകത്തിലെ മിടുമിടുക്കൻ ആളുകളുടെ കളറുള്ളവരുടെ നിറം കൊണ്ട് വരിക. നോക്കിയിട്ട് പറയും, പെങ്കൊച്ച് വെളുത്തതാ, ഭർത്താവ് കറുത്തതാ, കൊച്ചിന്റെ നിറം ഇരുനിറവാ, നിങ്ങൾക്ക് ആരുടേത് വേണം? ലോകത്തിലെ സുന്ദരന്റെയും സുന്ദരിയുടെയും ഡിസ്കും കൊണ്ട് വന്നിരിക്കുക. കാശ് കൊടുത്താൽ മതി, ആ നിറം അങ്ങോട്ട് കയറ്റും.
അറിയാമോ? 5-ാം മാസത്തിലും വരും. പുരികം എങ്ങനെ വേണം, വായ എങ്ങനെ വേണം, ചുണ്ട് എങ്ങനെ വേണം, ചെവി എങ്ങനെ വേണം, തലമുടി എത്ര വേണം, അതിന്റെ പേരാ ഡിസൈൻ ബേബി. തീർന്നില്ല. ഒടുവിൽ ഭയങ്കരത്വം 7-ാമത്തെ മാസത്തിൽ വരും. അവർ പറയും നിങ്ങളുടെ കൊച്ചും മാക്സിമം ഇന്നതാകും, ഒരു ക്ലർക്കാകാം, ഒരു മെക്കാനിക്കാകാം, അതിനുള്ള കപ്പാസിറ്റിയെ ന്യൂറോ സിസ്റ്റത്തിനുള്ളൂ. നിങ്ങൾക്ക് ആരെ വേണം? പെങ്കൊച്ചു പറയും എൻ്റെ മകൻ ഡോക്ടർ ആകണം, ഇല്ലേ? ഹസ്ബൻഡ് പറയും എഞ്ചിനീയർ ആകണം. പിന്നെ അവർ തമ്മിൽ ഒരു ഒത്തുതീർപ്പ്, അടുത്തതാക്കാം എഞ്ചിനീയർ, ഇത് ഡോക്ടറെ. ലോകത്തിലെ മിടുമിടുക്കൻ ചെറിയ പുള്ളികളുടെ ഒന്നും അല്ല, അടിപൊളി മിടുക്കന്മാർ ഡോക്ടർമാരുടെ ഹല്ലേലൂയ ഡിസ്കുമായിട്ട് വന്നിരിക്കുക. ഹല്ലേലൂയ കയറ്റി വിട്ടിട്ട് 9-ാമത്തെ മാസത്തിൽ ഒരു വന്ന് ഈ ഗ്ലാസ് ചേംബർ തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞിട്ട് അമിനിയോറ്റിക് ഫ്ലൈഡ് ഊറ്റി കളഞ്ഞിട്ട് ഇലക്ട്രോണിക് സ്പഞ്ച് കൊടുത്തിട്ട് കുഞ്ഞിനെ എടുത്ത് കൈ കൊടുക്കും. കരയുന്ന കുഞ്ഞ്, ജീവനുള്ള കുഞ്ഞ്. പക്ഷേ ഇതിന് കൊടുക്കാൻ അമ്മയുടെ ശരീരത്തിൽ പാലില്ല, ഇതിന് മാതൃത്വമില്ല, ഇത് വളർന്നു വരും. ആ കാലത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ കരവ് കടത്തണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. സ്തോത്രം. സംഭവിച്ചു കഴിഞ്ഞറിയാമോ? ഞാൻ ഇന്ത്യ ഗവൺമെന്റിനെ അഭിനന്ദിക്കുന്നു. ഇന്ത്യ ഗവൺമെന്റ് അറിയിച്ചു ഇപ്പൊ ഇത് ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം ദൈവമക്കൾ മാറിയിട്ട് മതിയെന്ന്. ഈ രാജ്യവും അങ്ങനെ തന്നെ പറയും. പക്ഷെ ലോകത്തിൽ സംഭവിക്കും. ആദ്യമൊക്കെ അറച്ചു നിൽക്കും. ഇതിന്റെ പേരാ ഡിസൈൻ ബേബി. പ്രസവിക്കണ്ട, അവര് നോക്കിക്കോളും. അമ്മ പ്രസവിക്കാത്ത ഒരു തലമുറ വരാൻ പോവുക. ഹല്ലേലൂയ. വിശദീകരിക്കാൻ നേരമില്ല. നിങ്ങൾ തിന്നുന്ന കോഴിമുട്ടയുണ്ടല്ലോ, ഈ ഒരു മുട്ട 40 ദിവസം കൊണ്ട് 2.5 കിലോ ആകുന്നതാ. ആ തള്ളക്കോഴിയെ നോക്കിക്കോണം. അതിന് ഒരു ക്യാരക്ടർ വ്യത്യാസവും ഇല്ല. അറിയാമോ? നാടൻ കോഴിയെ പിടിച്ചാൽ കരയും, ഇതിനെ കൊല്ലാൻ പിടിച്ചാൽ കരയത്തില്ല. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തത് കൊണ്ട് നിവർന്ന് തല ഉയർത്തുകയും. മറവി തമ്പുരാൻ വെച്ച ഒരു സിസ്റ്റമാണ് ഇന്ന് കളഞ്ഞത്. എങ്ങനെയാ മറവി വരുന്നത്? എന്തിനാ മറവി എന്നറിയാമോ? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഓർത്തിരുന്ന് നമ്മൾ മെന്റലാവും. ഒരു പെങ്കൊച്ചന്റെ കല്യാണം കഴിഞ്ഞ് 2 ആഴ്ചയായുള്ളൂ, ഹസ്ബൻഡ് ആക്സിഡന്റ് മരിച്ച പെൺകുട്ടി മെന്റലാകും. എൻ്റെ 1 ലക്ഷം രൂപ പോയി, ആ ദുഃഖം കൊണ്ട് ഞാൻ പറഞ്ഞാൽ മെന്റലാകും. അതിന് തമ്പുരാൻ വെച്ചതാ മറവി. ഒരാളോട് പിണക്കമുണ്ട്, ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ ഒരു തണുത്തു. മറവിയാ. മറവി നല്ലതാ. ഏതാ? ദശാംശം കൊടുക്കാൻ മറക്കുന്ന കാര്യമല്ല. പ്രൈസ് ദി ലോർഡ്. ഇത് എവിടുന്നായി മറവി വരുന്നറിയാമോ? തലച്ചോറിനകത്ത് ഒരു ജീനുണ്ട്, അവന്റെ പേരാ BDNS. ശാസ്ത്രജ്ഞന്മാരത് പറിക്കാൻ തുടങ്ങി. അറിയാമോ? മറവിയില്ലാത്തൊരു തലമുറയെ കൊണ്ടുവരിക. മറവിയില്ലാത്തൊരു തലമുറ, അതാ സമാധാനം എടുത്തുകളയും. ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഒടുവിൽ പറയട്ടെ, ഭയം. തമ്പുരാൻ വെച്ച ക്യാരക്ടറാ ഭയം. അറിയാമോ? ഒരു കാർ എതിരെ വരുന്ന മാറുന്നത് പോലീസുകാരെ പേടിച്ചില്ല, പേടിയാ. ഇടിക്കുവോ? ഇല്ലേ? പാമ്പ് കയറി വരിക, മാറിപ്പോകുന്ന എന്താ? ഭയമാ. ഭയം ആവശ്യമാ. ദൈവം വെച്ച സിസ്റ്റമാ ഭയം. അറിയാമോ? മേലധികാരിയെ കാണുമ്പം ഒരു ഭയം ആവശ്യമാ. മക്കൾക്ക് മാതാവിനെയും പിതാവിനെയും കാണുമ്പം കുഞ്ഞുങ്ങൾക്ക് ഒരു ഭയം ആവശ്യമാ. ഭാര്യയ്ക്ക് ഭർത്താവിനെ കാണുമ്പോൾ ഒരു ചെറിയ ഭയം ആവശ്യമാ. ചിലയിടത്തൊക്കെ തിരിച്ചും, ഇവിടെ അല്ല കോട്ടയത്തെ. ഇതെല്ലാം നല്ലതാ. പ്രൈസ് ദി ലോർഡ്. എവിടുന്നാ ഭയം വരുന്നതെന്നറിയാമോ? സയൻസ് കണ്ടുപിടിച്ചു. തലച്ചോറിനകത്തെ, ബ്രെയിൻ സിസ്റ്റത്തിനകത്തെ ഹല്ലേലൂയ അമഗ്ദല എന്നൊരു ഭാഗമുണ്ട്. ഹല്ലേലൂയ ഹിപ്പോകാമ്പസിൽ അതിനകത്തൊരു ജീനുണ്ട്. അതിന്റെ പേരാണ് സ്റ്റാൽമിൻ. അമേരിക്കക്കാരന്മാരത് പറിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ഭയമില്ലാത്ത ആളുകളെ സൃഷ്ടിക്കുന്നു. എന്തിന്? വേറെ ഒരു ലോകം വരാൻ പോകുക. പിശാച് ഭരിക്കുന്ന ഒരു ലോകം വരിക. ആരെയും ഭയമില്ലാത്ത ഒരു ലോകം. ഒടുവിൽ ഞാൻ പറഞ്ഞു നിർത്തട്ടെ. കർത്താവ് വെച്ച 5-ാമത്തെ കാര്യമാ വാർദ്ധക്യം. ഇത്രയും അനുഗ്രഹം വേറെ എങ്ങുമില്ല. നമുക്ക് 7 സിസ്റ്റമാ. ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, മധ്യവയസ്ക, പിന്നെ അടുത്തത് വാർദ്ധക്യം. അന്നേരം ഒന്നും പോകത്തില്ല, സമാപ്തി. അങ്ങനെയാ. നീയോ അതിന്റെ പേരാ നല്ല വാർദ്ധക്യം. വാർദ്ധക്യവും നല്ല വാർദ്ധക്യവും. വാർദ്ധക്യം തുടങ്ങുന്ന 60-ലൊന്നും അല്ല. അറിയാമോ? 35 കയറി പിടിക്കും. പ്രൈസ് ദി ലോർഡ്. 35 കയറി പിടിക്കും. അന്നേരം അവിടെ ഇവിടേക്ക് 1-2 വെളുക്കുന്ന പറിച്ചു കളയുന്നത്. പിന്നെ അത് പറിക്കാതെ പറ്റുമ്പോഴാണ് വേറെ പരിപാടി ഉള്ളത്. അതിന്റെ അർത്ഥം എന്നാന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. വാർദ്ധക്യം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ, ആയില്ല. ചായോ ഞാൻ മരുന്നെന്നാ. പ്രൈസ് ദി ലോർഡ്. ഒടുവിൽ നല്ല വാർദ്ധക്യത്തിൽ. എന്നാൽ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു, ഈ ലോകത്തിൽ എത്ര ഭയങ്കരം നിങ്ങൾ കേട്ടോണം. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ. എന്നാ സയൻസ് ഇപ്പൊ പറഞ്ഞേക്കണോ 80നെ 28 തുടങ്ങിക്കഴിഞ്ഞു. കൊറിയയിൽ 80 വയസ്സുള്ള ഒരു വ്യക്തിയെ പ്രൊഫസർ, നാഷണൽ കൊറിയൻ യൂണിവേഴ്സിറ്റിയിലെ സീനിയർ പ്രൊഫസർ ഉക്സങ് ഹാ, പേര് പറയാൻ തന്നെ ബുദ്ധിമുട്ടാ. പുള്ളി പറയുന്നു, ഞാൻ 70നെ 28.
കണ്ടുപിടിച്ചു. ചെയ്യുന്നതിന് എനിക്ക് സങ്കടമില്ല, ചെയ്യുന്ന മാർഗം ഹീനമാ. ആ ടെക്നോളജിയുടെ പേരാണ് ടെലിമറൈൻ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ്. നമുക്ക് വാർദ്ധക്യം എന്ന് പറയുന്നത് ശരീരത്തിന്റെ ടെലിമറൈൻ ഉണ്ട്. ഓരോ DNA-യിലും ആ ടെലിമറൈനിന്റെ അറ്റത്ത് ഒരു തൊപ്പി പോലൊരു വസ്തുവുണ്ട്. അതിന്റെ പേര് ടെലിമറൈസ്. അത് പ്രായം ചെല്ലുമ്പോൾ തേഞ്ഞ് നീളം കുറയും. അവിടെയാണ് വാർദ്ധക്യം. ശരീരത്തെ ഓരോ ഭാഗത്തെയും ടെലിമറൈന്റെ അറ്റത്തുള്ള തൊപ്പി പോലുള്ള ഒരു സാധനമുണ്ട്, ടെലിമറൈസ്. ആ ടെലിമറൈസിന്റെ നീളം കുറയുന്നതിന്റെ പേരാണ് വാർദ്ധക്യം. മുഖം ചുളുങ്ങും, കണ്ണിന് കാഴ്ച കുറയും, മുടി നരയ്ക്കും, ഓർമ്മ കുറയും. 25,000 ടെലിമറൈൻ തലച്ചോറിലുണ്ട്. 120 ദിവസം കൂടുമ്പോൾ ഓരോന്നും പോകും. പകരം തമ്പുരാൻ കിളിപ്പിക്കും. അങ്ങനെ വന്നൊരു 70-80 ആയാൽ കിളുക്കത്തില്ല. 25,000 കൊണ്ട് ജനിച്ച 80 വയസ്സുള്ള അപ്പച്ചന്റെ തലയിൽ എത്ര കാണുമെന്നറിയാവോ? കൂടിയാ 100. അതായി ഓർമ്മ പോകുന്നത്. അന്നേരം കാപ്പിയും കൊണ്ട് ഭാര്യ ചെല്ലുമ്പോൾ ചോദിക്കുന്നത്, നീ ഏതാടി അല്ലേ? അന്നേരം ഭാര്യ പറയും, ഇത് ഞാൻ വെച്ച് വിളമ്പിയത് വെറുതെ അല്ലമ്മാമേ, ടെലിമറൈൻ പോയതാ. എന്നാൽ കെട്ടുകൊള്ളുക, അവർ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഞങ്ങൾ 70-നെ 28 അതിന് ചെയ്യുന്ന ഹീനമായ മാർഗം. അതുകൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക. ഈ ലോകം എത്ര ഭയങ്കരമായി. ഇത് പറഞ്ഞെന്തിനറിയാവോ? ഈ തലമുറയിൽ ഈ ഹീനത നടക്കുന്നത് അധർമ്മത്തിന്റെ മൂർത്തി ലോകത്തിൽ ഭരിക്കും. മ്ലേച്ഛതയുടെ ചിറകിൽ, അതാ ഇന്നലെ ഞാൻ പറഞ്ഞത്, മ്ലേച്ഛതയുടെ ചിറകിലായിരിക്കും ലോകം. കണ്ടുപിടിച്ചു എങ്ങനെ മാറ്റാമെന്ന് കണ്ടുപിടിച്ചു. ഹീനമാർഗം. ഒരു സഹോദരി ഗർഭിണിയാകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 4ാമത്തെ ദിവസം ഉള്ള വസ്തുവിന്റെ പേര് ബ്ലാസ്റ്റോസിസ്റ്റ്. ഡോക്ടേഴ്സ് ഉണ്ട്, അവർക്കറിയാം. ഗൈനക്കോളജിസ്റ്റിനറിയാം, നേഴ്സസിനറിയാം. അവിടെ ഒന്നുമില്ല, ഒരു കുഞ്ഞു ബോളെ. അത് വികസിക്കുന്നത് പുറം ഭാഗം പ്ലാസന്ന, അകഭാഗം ഞാനും നിങ്ങളും. ഈ പുള്ളിക്കാരൻ കണ്ടുപിടിച്ചു ഇതിനകത്ത് മുഴുവൻ എന്നറിയാമോ? ഇതിനകത്ത് മുഴുവൻ ഇരിക്കുന്നത് ടെലിമറൈനെ ഹല്ലേലൂയ വർദ്ധിപ്പിക്കാം. ഇദ്ദേഹം കണ്ടുപിടിച്ച പരിപാടി ഹല്ലേലൂയ 4 ദിവസം 5 ദിവസം ഗർഭിണികളായ പെൺകുട്ടികളെ പ്രലോഭിപ്പിച്ച് അതെടുത്ത് ഹല്ലേലൂയ പരുവപ്പെടുത്തി 80-കാരൻ കളവൻ ഇഞ്ചക്ഷൻ ചെയ്ത് കഴിയുമ്പോൾ അവൻ 28 ഏതോ വീട്ടിൽ ഓടി നടക്കേണ്ട, ഏതോ തൊട്ടിൽ കളിച്ച് നടക്കേണ്ട ഒരു പെൺകുഞ്ഞിനെ ഇല്ലാതെയാക്കിയിട്ട് 80-കാരൻ കളവനെ 28 ലോകം വരുമ്പോൾ എന്റെ ദൈവം കയ്യും കെട്ടിയിരിക്കത്തില്ല. ഈ മ്ലേച്ഛത പെരുകുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ എന്റെ ദൈവം തകർക്കും. തീർന്നില്ല. ഈ വയസ്സിന് സൗന്ദര്യം വരുത്തുന്ന പരിപാടി വേറെയാ. ഞാനും നിങ്ങൾക്കും എങ്ങനെ സൗന്ദര്യം? 27 വയസ്സ് വരെ ഒന്നും ചെയ്യണ്ട, സൗന്ദര്യം തന്നെ കയറി വരും. പിന്നെ വേണമെങ്കിൽ വല്ലതൊക്കെ ചെയ്യാം. എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ ഞാൻ 9 മാസം കിടന്നതിന്റെ ഗുണമാണ്. അമിനിയാറ്റിക് ഫ്ലൂയിഡിനകത്തൊരു സാധനമുണ്ട്, OCT4. അതിന്റെ ദേഹത്തിൽ 9 മാസം മുട്ടിക്കിടന്നതായി സൗന്ദര്യം. അതിന്റെ എഫക്ട് എത്രയാണെന്നറിയാമോ? 27 വയസ്സ് വരിക. ഈ പുള്ളി അത് കണ്ടുപിടിച്ചറിയാമോ? അതും കൂടെ എടുത്ത് ഈ കളവന്റെ ദേഹത്ത് പിടിപ്പിക്കാൻ പോകുക. ഇത് സംഭവിക്കുമ്പോൾ എന്റെ പ്രിയൻ കയ്യും കെട്ടിയിരിക്കത്തില്ല. ഹല്ലേലൂയ. പ്രസവം വേണ്ട, വാർദ്ധക്യം വേണ്ട, ഭയം വേണ്ട, വിവാഹം വേണ്ട, മറവി വേണ്ട എന്ന് പറയുമ്പോൾ എന്റെ പ്രിയൻ പറയുന്നു, വീണ്ടെടുക്കപ്പെട്ടവരെ നിങ്ങൾക്കിനി ഈ ലോകം കൊള്ളത്തില്ല. ഈ തലമുറയിൽ എന്റെ പ്രിയൻ ആകാശമേഘത്തിൽ വരും. ഈ പ്രഭാഷണം കേൾക്കുന്ന നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാം. 2 കാര്യം ഓടിച്ചു പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. 2 സംഭവം. ഒന്ന്, നിങ്ങൾക്ക് എന്നേക്കാൾ അറിയാം ഈ ജീവിതത്തിൽ എന്താ നാളെ ഞാൻ ജീവിക്കുമെന്ന്. എന്നാ തെളിവ്? ഇന്ന് രാത്രി പ്രസംഗം കേൾക്കുന്ന രക്ഷിക്കപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നാളെ ജീവിക്കുമെന്ന് എന്നാ തെളിവ്? കോട്ടയത്ത് ഒരു ദുരന്തം നടന്നു കഴിഞ്ഞ വർഷം. 2 മിനിറ്റ് കൊണ്ട് പറയട്ടെ. മെഡിക്കൽ കോളേജിന്റെ ചുറ്റിലും മഞ്ഞപ്പിത്തം, യോണ്ടീസ് വർദ്ധിച്ച്. ഗവൺമെന്റിന് നാണം കേട്. ഗവൺമെന്റ് കളക്ടറോട് പറഞ്ഞ് പരിഹാരം ഉണ്ടാക്കാൻ. ഒരു വനിതയാ, ലേഡിയാ കളക്ടറെ. കോട്ടയം കളക്ടർ പൊതുസമ്മേളനം വിളിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ സെമിനാർ. ഇതുപോലെ പബ്ലിക്കിനെ മുഴുവൻ 2 സൈഡിൽ ഇരുത്തി പ്രൊഫസേഴ്സ്, ഡോക്ടേഴ്സ് വന്നിരുന്നു. കളക്ടർ അധ്യക്ഷ, ചീഫ് പ്രൊഫസർ വൈറോളജിസ്റ്റ് ക്ലാസ് എടുത്തു പബ്ലിക്കിനെ. അദ്ദേഹം എടുത്ത വിഷയം, മഞ്ഞപ്പിത്തം പകരാതിരിക്കണമെങ്കിൽ 10 മിനിറ്റ് വെള്ളം തിളപ്പിക്കണം. 10 മിനിറ്റ് വരെ വൈറസ് ജീവിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം താഴെ ഇരുന്നു. കളക്ടർ പറഞ്ഞു, പൊതുജനങ്ങൾ അഭിപ്രായം പറ. ഡോക്ടർമാരും പ്രൊഫസർമാരും ഇരിക്കുന്നത് ഏത് പൊതുജനം എന്നാ പറയാനാ? എന്നിട്ടുണ്ടോ കളക്ടർ പറഞ്ഞു, ഡോക്ടർമാർ പറഞ്ഞു, നിങ്ങളൊരു അഭിപ്രായം ജസ്റ്റ് ഒന്ന് പറ, എന്നാലല്ലേ സെമിനാർ പൂർത്തീകരിക്കത്തുള്ളൂ. ആരും മിണ്ടുന്നില്ല. ഏറ്റവും ഫ്രണ്ടിൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടറുടെ അടുത്ത്
63 വയസ്സ് പ്രായമുള്ള ഒരു ദേവസ്യാച്ചൻ ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹത്തിന് നാട്ടുകാരിട്ട പേര് മെഡിക്കൽ കോളേജ് ദേവസ്യാച്ചൻ. ബിസിനസ്സുകാരനാ. തന്റെ വരുമാനം മുഴുവൻ മെഡിക്കൽ കോളേജിന് വേണ്ടി ചെലവാക്കുന്ന ഒരു നല്ല മനുഷ്യൻ. ആർക്കേത് ആവശ്യത്തിനും ഡോക്ടേഴ്സിനും നേഴ്സസിനും രോഗികൾക്കും എല്ലാം അത്താണി. അദ്ദേഹം അവിടെ ഇരുന്നു. അന്നേരം ആരും അനങ്ങുന്നില്ല. അപ്പൊ ഒരു ഡോക്ടർ പറഞ്ഞു, ദേവസ്യാച്ചനെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞു നമുക്ക് തീർക്കാം ഈ സെമിനാർ. അദ്ദേഹം സ്റ്റേജിൽ കയറി മൈക്കെടുത്ത് ചോദിച്ചു, എന്റെ ഡോക്ടർമാരെ ഞാൻ നിങ്ങളോട് ഉടക്കാമെന്നല്ല, പക്ഷേ ബഹുമാനപ്പെട്ട കളക്ടറും ഡോക്ടറും പറഞ്ഞത് കൊണ്ട് ഒരു സംശയം ഞാൻ ചോദിക്കുക, തെറ്റിദ്ധരിക്കരുതേ. ഇവിടെ ഒരു ഡോക്ടർ വിളിച്ചു പറഞ്ഞു 10 മിനിറ്റ് വെള്ളം തിളപ്പിക്കണോ? സത്യം. എങ്കിൽ എന്റെ ഭാര്യ സാറാമ ദോശയ്ക്ക് സംബന്ധി ഉണ്ടാക്കുന്നത് തിളപ്പിക്കത്തില്ല, ചൂടാക്കത്തേ ഉള്ളൂ, വൈറസ് ചാകുമോ? എല്ലാവരും കൈയടിച്ചു. എന്നാ നല്ല ചോദ്യം അല്ലേ? ദേവസ്യാച്ചൻ പോയി താഴെ ഇരുന്നു. കളക്ടർ പറഞ്ഞു, ഡോക്ടർമാർ മറുപടി പറയാൻ പറഞ്ഞു. ഒരു ഡോക്ടർ പറഞ്ഞു പോയതേ ഉള്ളൂ 10 മിനിറ്റ് എന്ന്. വേറൊരു ഡോക്ടർക്ക് എതിര് പറയാനോ? എങ്കിലും ഡോക്ടർമാർക്ക് തമ്പുരാൻ സ്വതവേ ബുദ്ധി കൊടുത്തിട്ടുണ്ട്, അവരെ അതിന് മറുപടി പറയും. വേറൊരു ഡോക്ടർ പറഞ്ഞു, അതൊക്കെ ശരിയാ, പിന്നെ ഇതിനകത്ത് സംബന്ധിക്കാതെ ഉള്ളിയും മുളകും ഉള്ളതുകൊണ്ട് അതിന്റെ എഫക്ട് ചത്തോളം എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു. എല്ലാവരും ദേവസ്യാച്ചനെ നോക്കി ഒരു സംഭവം കേൾക്കണോ? ദേവസ്യാച്ചൻ ചിരിച്ചോണ്ട്, ഇത് പറഞ്ഞ ദേവസ്യാച്ചൻ ചിരിച്ചോണ്ട് അടുത്തിരുന്ന കാർഡിയോളജിസ്റ്റിന്റെ മടിയിലോട്ട് തലവെച്ചു മരിച്ചു. കാർഡിയാക് അറസ്റ്റ്. നാളെ നിങ്ങളും ഞാനും ജീവിച്ചിരിക്കുന്നു, വല്ല തെളിവുമുണ്ടോ? ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി പറയാം, എന്റെ പ്രിയൻ ഈ പ്രസംഗം ഇവിടെ നിങ്ങളെ കേൾപ്പിച്ചത് ഇന്ന് രാത്രി പറയാം, ഈ തലമുറയിൽ ഇത് സംഭവിക്കും. അത്യതളർത്ത തലമുറയിൽ എന്റെ പ്രിയൻ ആകാശമേഘത്തിൽ വരും. യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി എതിർ ക്രിസ്തുവിന് വേണ്ടി എല്ലാം ഒരുക്കി കഴിഞ്ഞു. ഹല്ലേലൂയ. ആറ്റം തയ്യാറാക്കി, നെറ്റിയിലും കയ്യിലും മോട്ടോളക്കാര് ചിപ്പിറക്കി കഴിഞ്ഞു. അതിന് തയ്യാറായിക്കൊണ്ട് സാറ്റലൈറ്റ് വെച്ച് കഴിഞ്ഞു. ഇത് സംഭവിക്കുമ്പോൾ ആത്മാവിന്റെ മുദ്രയുള്ളവർ എടുക്കപ്പെട്ടിരിക്കും. എല്ലാവരും ഒന്ന് കണ്ണുകളടച്ച് ഒരു സംഭവം കൂടെ ഞാൻ പറയാം. എന്നൊക്കെ നിങ്ങൾക്കറിയാം. ലോകം കണ്ട ഇവാക്യുലേഷൻ 2 ഒന്നുകൂടെ നോക്കണേ. ഒരു മിനിറ്റ്. 2 ഇവാക്യുലേഷൻ ലോകം കണ്ടു. ഒഴിച്ചുമാറ്റൽ ലോകം കണ്ടത് ഈ തലമുറയിൽ, ഈ നൂറ്റാണ്ടിൽ. 1, 2ാം ലോകമഹായുദ്ധത്തിൽ ഹിറ്റ്ലർ പറഞ്ഞു യൂറോപ്പിലുള്ള മുഴുവൻ ബ്രിട്ടീഷുകാരെയും കൊല്ലുമെന്ന് പറഞ്ഞു. ബ്രിട്ടീഷ് ചക്രവർത്തി ജോർജ് 6 വല്ലച്ചാതിയും മുഴുവൻ ബ്രിട്ടീഷുകാരെയും യൂറോപ്പിൽ നിന്ന് ഒഴിച്ചു മാറ്റി. 2ാമത് കണ്ട ഒഴിച്ചുമാറ്റൽ ലോകത്തിന് റെക്കോർഡ് ഇട്ടതേ നിങ്ങൾ പങ്കാളികളാ, നിങ്ങൾ പങ്കാളികളാ. അതാ ലോകത്തിലെ സെക്കൻഡ് ഗ്രേറ്റ് ഇവാക്യുലേഷൻ, ഒഴിച്ചു മാറ്റിയതേ. ഇറാഖ് യുദ്ധം വന്നപ്പോൾ, ഇൻവേഷൻ വന്നപ്പോൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സാമ്പത്തിക പ്രാരാബ്ധം ഉണ്ടായിട്ടും ഇവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ഇന്ത്യക്കാരെ ഒഴിച്ചു മാറ്റി. ആ ഒഴിച്ചു മാറ്റപ്പെട്ടവർ എന്റെ പ്രഭാഷണം കേൾക്കുന്നുണ്ട്, അറിയാമല്ലോ. അന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. ജോലി ചോദിച്ചില്ല, ശമ്പളം ചോദിച്ചില്ല, പണം ചോദിച്ചില്ല. ഒറ്റ കാര്യം പറഞ്ഞു, നിങ്ങളുടെ ഒരു ഇന്ത്യൻ പാസ്പോർട്ട് ഉണ്ടോ? നിങ്ങളെ ബോംബെയിൽ എത്തിക്കും. എങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയുന്നു, നിന്റെ കയ്യിൽ രക്ഷയുടെ പാസ്പോർട്ട് ഉണ്ടോ? ഹല്ലേലൂയ. സ്വർഗ്ഗം നിന്നെ എത്തിക്കും. സഭയല്ല, മതമല്ല, ജാതിയല്ല. ഞാൻ സഭ മാറ്റാൻ വന്നതല്ല, മതം മാറ്റാൻ വന്നതല്ല. രക്ഷയുടെ പാസ്പോർട്ടുള്ള വ്യക്തികള് എന്റെ പ്രിയൻ ആകാശമേഘത്തിൽ വന്നെടുക്കും. എല്ലാവരും ഒന്ന് കണ്ണടച്ചേ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടാൻ പോവുക. ഐ വിൽ ക്ലോസ് വിത്തിൻ 10 minutes. ഇന്ന് രാത്രി ഈ വചനം ഞാൻ പറയുമ്പോൾ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ ആന്റി, എനിക്ക് നിങ്ങളെ വ്യക്തിപരെ അറിയാൻ മേല. എന്നാൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, നിരവധി പേരുടെ പേർ ഇതുവരെ ജീവപുസ്തകത്തിൽ എഴുതിയിട്ടില്ല. അവിടെയും ഇല്ല, ഇവിടെയും ഇല്ല. വേണമെന്നുമുണ്ട്, വേണ്ടെന്നുമുണ്ട്. എന്നാൽ എന്റെ കർത്താവ് ചോദിക്കുന്നു, ഞാൻ നിന്നോട് കണക്ക് തീർക്കുന്ന നാളിൽ നിന്റെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ? നീ നേരെ നിൽക്കുമോ? ദൈവത്തിന്റെ ക്യാമറ, വീഡിയോ ക്യാമറ നിങ്ങളുടെ ഇരിപ്പ് റെക്കോർഡ് ചെയ്യുന്നു. ഒരിക്കൽ കണക്ക് പറയേണ്ടി വരും. ഇന്ന് രാത്രിയിൽ ഏറ്റവും നല്ല അവസരമാണ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പാപം ചെയ്തവരാ. ഞാനും ഒരു പാപിയായിരുന്നു, അറിയാമോ? ഒരു പാപിയായിരുന്നു. തിരുനക്കര മൈതാനത്ത് ഇന്ത്യൻ പെന്തക്കോസ്തൽ ദൈവസഭയിലെ എനിക്കറിയാൻ മേലാത്തൊരു ദൈവദാസന്റെ പ്രസംഗം കേട്ടാ ഞാൻ മാനസാന്തരപ്പെട്ടത്. കണ്ണുകളടയ്ക്കാം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആർക്ക് പറയാം? പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, നിന്റെ പേര് ജീവപുസ്തകത്തിലുണ്ടോ? നല്ല ജോലി കാണും ആന്റി, കൊള്ളാം. നല്ല സാഹചര്യങ്ങൾ കാണും ആന്റി, കൊള്ളാം. എല്ലാം നല്ലതാ. പക്ഷേ ജീവപുസ്തകത്തിൽ പേരിടുണ്ടോ? രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഒന്ന് ചിന്തിച്ചേ. ഈ തലമുറയിൽ എന്റെ പ്രിയൻ വരും. ഞാൻ തെളിയിച്ചു. ഇനി ഒരു തെളിവിന്റെ ആവശ്യമില്ല.
ഈ തലമുറ, എന്റെ പ്രഭാഷണം കേൾക്കുന്ന തലമുറ മരണം വഴിയായി മാറാനുള്ളവരല്ല. ഒന്നുകിൽ എടുക്കപ്പെടും, അല്ലെങ്കിൽ സാത്താന്റെ കയ്യിൽ വീഴും, നെറ്റിയിലും കയ്യിലും മുദ്രയേൽക്കും. എന്നാൽ പരിശുദ്ധാത്മാ പറയുന്നു, ഇന്ന് രാത്രി ഒരു ദിനാർ കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട, ഹൃദയം ഒന്ന് തുറന്നാ മതി. പ്ലീസ് ഓപ്പൺ യുവർ ഹാർട്ട്. മാനസിക ഭാരമുള്ള സഹോദര സഹോദരി, രോഗമുള്ള സഹോദര സഹോദരി, പ്രശ്നമുള്ള സഹോദര സഹോദരി, അതെന്റെ കർത്താവ് നിനക്ക് തന്നത് ഒരു അലാറമാ, നിന്നെ ഈ കൃപയിൽ കൊണ്ടുവരാനാ. ഇന്ന് രാത്രി യേശു നിന്നെ വിളിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ നിന്നോട് കണക്ക് തീർക്കുന്ന നാളിൽ നിന്റെ കരങ്ങൾ ബലപ്പെട്ടിരിക്കുമോ? കണ്ണുകളടയ്ക്കാം, ശാന്തമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. എന്റെ ദൈവമേ, എനിക്ക് ആ തലമുറ ജീവിക്കണ്ട. അറിയാമോ, മ്ലേച്ഛത വർദ്ധിക്കും. ആർക്കും ആരെയും വിവാഹം കഴിക്കാം. വരാൻ പോവുക അപ്പനും മകനെന്നും മകളെന്നും ഉള്ള ബന്ധമൊക്കെ അങ്ങോട്ട് മാറ്റും അവൻ. അറിയാമോ, പിതാവും മക്കളും എന്നുള്ള ബന്ധമൊക്കെ മാറ്റും. അതാ മ്ലേച്ഛതയുടെ ചിറക്. പെൺകുഞ്ഞുങ്ങൾ പ്രസവിക്കണ്ട, അല്ലാതെ ചെയ്യുന്ന പരിപാടി, ഇത്ര ഹീനമായ പരിപാടികൾ നടത്തിക്കഴിഞ്ഞെങ്കിൽ എൻ്റെ തമ്പുരാൻ ഇത് നടപ്പിൽ വരുത്തുന്നതിന് മുൻപേ തൻ്റെ വൃതന്മാരെ ഒഴിച്ചു മാറ്റും. അത് നടക്കാൻ പോകുക. അതിനു മുൻപ് ഇന്ന് രാത്രിയിൽ ശാന്തമായിട്ടൊന്ന് സമർപ്പിക്കാം, വളരെ ശാന്തമായിട്ട് സമർപ്പിക്കാം. ശാന്തമായി യേശു